ونشهد أن سيدنا ونبينا محمدا عبده ورسوله أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الجنة التي نورث من عبادنا من كان تقيا. قال الله عز وجل: يا ابن عمر كن في الدنيا كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور. نبينا رسول الله: إنما الدنيا فناء ليس للدنيا ثبوت إنما الدنيا كبيت ناسجته العنكبوت. കേരള ഉമ്മത്ത് സയ്യിദിന മുഹമ്മദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, 10 ദിവസത്തെ പ്രഭാഷണ പരിപാടിയുടെ സമാപന ദിവസമായി ഇന്ന് നാം ഇവിടെ എന്തിനു ജീവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ ആദ്യമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്തിനു ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഈ ദുന്യാവിലാണ്. ജീവിതത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവിടത്തെക്കുറിച്ച് അല്പം പറയേണ്ടതായി വരും. ഇവിടെ എങ്ങനെ മനസ്സിലാക്കണം ഈ ദുന്യാവിനെ കുറിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ദുന്യാവ് എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതും കൂടി മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ജീവിക്കുന്ന നമ്മോട് ദുന്യാവിനെ കുറിച്ച് പഠിപ്പിച്ചത് അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ എന്നാണ്. ഈ ദുന്യാവ് മുഅ്മിന്റെ ജയിലാണ്. ശരിക്കും മനസ്സിലാക്കണം. മുഅ്മിന്റെ ജയിലാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. എങ്ങനെ ഇവിടെ ജയിലാകുന്നത് എന്ന് സംശയിക്കുന്നവരുണ്ടായിരിക്കാം. ഒരു മനുഷ്യനെ ജയിലിലാക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവന്റെ സ്വാതന്ത്ര്യം തടയപ്പെടുക എന്നതാണ്. അപ്പൊ മുഅ്മിനായ മനുഷ്യന് ഈ ദുന്യാവ് ജയിലാണെന്ന് പറയുമ്പോൾ മുഅ്മിനായ മനുഷ്യന്റെ സ്വാതന്ത്ര്യം തടയപ്പെട്ടൊരു സ്ഥലമാണ് ഈ ദുന്യാവ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്വാതന്ത്ര്യം എവിടെ തടഞ്ഞിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിന്റെ ചില നിയമങ്ങൾ മാത്രം ചിന്തിച്ചാൽ നമുക്ക് ഇവിടെ പലതിലും സ്വാതന്ത്ര്യമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിന്റെ ഒരു നിയമം നമുക്ക് പരിശോധിച്ചാൽ കാണാം. നമ്മളിൽപ്പെട്ട ഏതെങ്കിലും ഒരാള് ഇന്ന് ഇവിടെ നിന്ന് വാഴ മാറ്റി പോയതിന്റെ ശേഷം അവനൊന്ന് മൂത്രിക്കാനുണ്ട്. അവൻ ആ മൂത്രിക്കാൻ സ്ഥലം കണ്ടെത്തുന്നത് അവന്റെ വീട്ടിന്റെ മുൻവശത്ത് അവന്റെ സ്വന്തം കാശ് ചെലവഴിച്ചുകൊണ്ട് ഉണ്ടാക്കിയ വിശാലമായ മുറ്റമാണ്. ആ മുറ്റത്തിരുന്നു കൊണ്ട് ആരോടും സമ്മതം ചോദിക്കാതെ എനിക്ക് മൂത്രിക്കാമല്ലോ എന്ന് മനസ്സിലാക്കി വിശാലമായ മുറ്റത്തിന്റെ മധ്യത്തിലിരുന്നിട്ട് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞിരുന്ന് മൂത്രിക്കാൻ ഒരുങ്ങുമ്പോൾ ഇസ്ലാം പറയുന്നു അരുത്, പാടില്ല. 3 മുഴത്തോടടുത്തുകൊണ്ട് മറയില്ലാതെ നിന്റെ സ്വന്തം മുറ്റത്ത് നിനക്ക് മൂത്രിക്കാൻ പാടില്ലെന്ന് ഇസ്ലാം കൽപ്പിക്കുമ്പോൾ മൂത്രിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാന്നർത്ഥം. 1. നാളെ നട്ടുച്ച സമയത്ത് ഇപ്രകാരം ഒന്ന് മൂത്രിക്കാനുണ്ടായപ്പോൾ നാം മനസ്സിലാക്കി വെയിൽ കൊള്ളാതെ മൂത്രിക്കണം. അതിന് പറ്റിയ സ്ഥലമേതാ നോക്കുമ്പോൾ നാം കണ്ടെത്തിയത് നാം തന്നെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന നല്ലൊരു മാവുണ്ട്. ആ മാവിന്റെ ചുവടെ ചെന്നുകൊണ്ട് മൂത്രിക്കാനിരുന്നാൽ പിന്നെ വെയിൽ കൊള്ളാതെ മൂത്രിക്കാമല്ലോ എന്ന് മനസ്സിലാക്കി ചെന്നിരിക്കുമ്പോൾ ഇസ്ലാം പറയുന്നു ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ ചുവടെ ഇരുന്ന് മൂത്രിക്കാൻ പാടില്ല. അവിടെയും സ്വാതന്ത്ര്യമില്ല. നോക്കാലോ നമുക്ക്. ഇനി നാം സാധാരണ തുപ്പിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തുപ്പുനീര് വലത്തോട്ട് തുപ്പുമ്പോൾ ഇസ്ലാം പറയുന്നു അങ്ങോട്ട് തുപ്പരുത്. നേരെ മുമ്പോട്ട് തുപ്പുമ്പോഴും ഇസ്ലാം പറയുന്നു അങ്ങോട്ട് തുപ്പരുത്. ഇടത്തോട്ടേ തുപ്പാൻ പറ്റൂ. തുപ്പാനുള്ള സ്വാതന്ത്ര്യമില്ല. മൂത്രിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇഷ്ടം പോലെ തുപ്പാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നമുക്കില്ല എന്ന് ഈ നിലക്കുള്ള ചില വിധികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ
അദ്ദുന്യാ സിജുനുൽ മുഅ്മിൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഈ ദുന്യാവ് ജയിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമല്ല. അപ്പൊ ദുന്യാവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യമാണ്. മറ്റൊന്ന്, ഈ ദുന്യാവിൽ വന്ന നമ്മുടെ നിലയെക്കുറിച്ചൊന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ദുന്യാവ് ഒരു മുസാഫിർ ഖാനയാണ് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയും. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്. ബോംബെയിൽ ചെന്നിറങ്ങിയാൽ ആദ്യമായി അധിക പേരും അന്വേഷിക്കാറുള്ളത് അവിടുത്തെ സാബു സിദ്ദീഖ് മുസാഫിർ ഖാനാണ്. ആ മുസാഫിർ ഖാനിന്റെ ഏതെങ്കിലും ഒരു തട്ടിൽ, ഏതെങ്കിലും ഒരു കോണിൽ നാം ഒരു സ്ഥലത്ത് ചെന്ന് സ്ഥലം പിടിച്ച് അവിടെ താമസിച്ചാൽ 2 or 4 ദിവസം അവിടെ താമസിച്ച് 5ാമത്തെ ദിവസം ഒരു വിവരം കിട്ടുന്നു, നാളെ ഇത്ര മണിക്ക് അക്ബർ അല്ലെങ്കിൽ നൂർ ജഹാൻ അല്ലെങ്കിൽ ഇന്ന് അറിയപ്പെടുന്ന ഏതോ കപ്പൽ പുറപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അതിലേക്ക് തയ്യാറായ ആളുകളൊക്കെ ഉടനെ പുറപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞാൽ മുസാഫിർ ഖാനയിൽ ചെന്നുകൂടിയ മുസാഫിറുകളായ നമ്മുടെ സ്വഭാവം നമ്മുടെ ആ പെട്ടിയും കെട്ടുമെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നു. നാം ഇറങ്ങുന്നത് കണ്ട വേറൊരാള് പിന്നെ അവിടെ വന്നുകൊണ്ട് സ്ഥലം പിടിക്കുന്നു. ഇതാണ് മുസാഫിർ ഖാൻ. ഇതുപോലെ നാം ഇന്ന് താമസിക്കുന്ന ദുന്യാവിൽ നാം താമസിക്കുന്ന വീട്ടിന്റെ മുൻപിൽ നമുക്ക് വാസ്തവത്തിൽ ഒരു കപ്പൽ വരാനുണ്ട്. ആ കപ്പൽ ഇതാ വന്നിരിക്കുന്നു എന്ന വിവരം അങ്ങ് കിട്ടുമ്പോൾ, അഥവാ കപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കുറച്ച് കാലേ കൂട്ടി തയ്യാറാക്കി വെച്ച മയ്യത്ത് കെട്ടിലാവുന്ന കപ്പൽ നാം താമസിക്കുന്ന വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് ആളുകൾ നമ്മളെ ആ കപ്പലിലേക്ക് അങ്ങ് കയറ്റാൻ തുടങ്ങുമ്പോൾ, അതുവരെ നാം താമസിച്ചിരുന്ന റൂമിലേക്ക്, നാം കിടന്നിരുന്ന ബെഡിലേക്ക് മറ്റാൾ വന്നുകൊണ്ട് സ്ഥലം പിടിക്കുന്നു. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ദുന്യാവിനെ കുറിച്ച് ഒരു മുസാഫിർ ഖാനയോടും ഇതിനെ ഉപമിക്കാൻ പറ്റുന്നു. നാം ഒരു മുസാഫിറുകളാണ്. ഇതും ഞാൻ പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതായ ഇബ്നു ഉമർ കുൻ ഫിദ്ദുന്യാ കാന്നക ഖരീബ് ഔ ആബിറു സബീൽ നബിയുനാ റസൂലുള്ളാഹി. ഇബ്നു ഉമർ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, കുൻ ഫിദ്ദുന്യാ കാന്നക ഖരീബ്, ഈ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്ത് വിദേശിയെപ്പോലെ ജീവിക്കണം. വിദേശിയാകുമ്പോൾ ആരാണവൻ? മുസാഫിറാണ്. അതുപോലെ ജീവിക്കണമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ വാക്കിലും ഒരർത്ഥമുണ്ട്. വിദേശിയെപ്പോലെ ജീവിക്കുമ്പോൾ വിദേശിക്ക് സ്വാതന്ത്ര്യമുണ്ടാവാറില്ല. ഒരു വിദേശത്ത് സ്വാതന്ത്ര്യമുണ്ടാവാറില്ലല്ലോ. ചുരുക്കത്തിൽ ഈ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വിദേശികളായി കഴിഞ്ഞുകൂടുന്ന, മുസാഫിറുകളായി കഴിഞ്ഞുകൂടുന്ന നമുക്ക് ഈ ദുന്യാവിൽ വാസ്തവത്തിൽ ജീവിക്കുന്ന കാലത്ത് സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യമാണത്. ഈ രാജ്യത്തേക്ക് മനുഷ്യരാകുന്ന നമ്മൾ എവിടെ നിന്ന് വന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇനി സ്വാതന്ത്ര്യമുള്ള നമ്മുടെ സ്വന്തം രാജ്യം ഏതാണെന്നൊരു ചോദ്യമുണ്ട്. അതിനൊക്കെ മറുപടി കണ്ടെത്തണം. അതിനാണ് ഞാൻ നേരത്തെ ഓതിവെച്ചത്, തിൽക്കൽ ജന്നത്തുല്ലതീ നൂരിഥു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യാ. സ്വർഗ്ഗലോകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, എന്റെ അടിമകളിൽ നിന്ന് എന്നെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് ഞാൻ അവകാശമായി കൊടുക്കുന്നതാണ് സ്വർഗം. നമുക്ക് അവകാശമായിട്ട് സ്വർഗം തരുന്നു എന്ന് പറയുമ്പോൾ, അവകാശം കിട്ടണമെങ്കിൽ ഉമ്മായുടെ ഉപ്പായുടെ ഒക്കെ മുതലാണ്, അപ്പോഴാണ് അവകാശം കിട്ടിയല്ലേ. അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയും ഉപ്പയും താമസിച്ചിരുന്ന അവരുടെ സ്വന്തം രാജ്യമായിരുന്നു എന്നതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ നമ്മുടെ സ്വദേശം എന്ന് പറയുന്നത് സ്വർഗമാണ്. ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ. ആ വതൻ എന്ന് പറഞ്ഞതിന്റെ ഒരു വ്യാഖ്യാനം തന്നെ സ്വർഗമെന്നാണ്. അതിനോടുള്ള ഹുബ്ബ് ഈമാനിന്റെ ഒരു അംശമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ സ്വന്തം നാടാകുന്ന സ്വർഗമാകുന്ന നാട്ടിൽ നിന്ന് വിദേശമാകുന്ന ദുന്യാവിലേക്ക് പോകുന്നവരാണ് മനുഷ്യർ. സ്വന്തം നാട്ടിൽ ചെന്നാൽ മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ടാകുന്നത് പോലെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വാതന്ത്ര്യമുണ്ടെന്നും ഖുർആൻ പഠിപ്പിച്ചു. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ എന്താവശ്യപ്പെടുന്നുണ്ടോ, അത് മുഴുവനും നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അവിടെ ഫുൾ സ്വാതന്ത്ര്യമുണ്ട് എന്നല്ലേ. ഫുൾ സ്വാതന്ത്ര്യമുള്ള നാട് നമ്മുടെ സ്വന്തം രാജ്യമാണ്. ആ സ്വന്തം രാജ്യത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചവരാണ് ആര്? വിദേശികളായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യരാകുന്ന നാം. ഇവിടെ എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യമാണ് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കാനുള്ളത്. ഈ ചോദ്യത്തിന് മറുപടി കണ്ടെത്തണം. ഇതാണ് നമ്മുടെ ആവശ്യം. കൂടാതെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ ദുന്യാവിൽ ഒരു മനുഷ്യൻ എത്ര കാലം തന്നെ ജീവിച്ചാലും ആ മനുഷ്യന് മനസ്സമാധാനത്തിന് മാർഗമുണ്ടോ, ഇതുകൂടി നാം ചിന്തിക്കുന്നത് ഉപകാരമായിരിക്കും. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഈ ദുന്യാവിനെ കുറിച്ച് നമുക്കൊരു ഉപമ വിവരിച്ചു തരുന്നത്,
ഒരു മനുഷ്യൻ ഒരു മലച്ചെരുവിലൂടെ നടന്നു പോവുക. ശരിക്കും മനസ്സിലാക്കണം. ഒരു മലച്ചെരുവിലൂടെ നടന്നു പോകുമ്പോൾ ആ മലയിൽ ഒരു പുലി കാട്ടിലുണ്ട്. ഭക്ഷണമൊന്നും കിട്ടാതെ വിശന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടുക. ഈ മനുഷ്യൻ ഈ മലയോരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഈ കാട്ടിൽ കിടക്കുന്ന ഈ കടുവ ഈ പോകുന്ന മനുഷ്യരെ കണ്ടിട്ട് എനിക്കൊരു ഭക്ഷണമായല്ലോ എന്ന നിലയ്ക്ക് വലിയ ആ കാട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങി. ഈ ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? പടച്ചവനെ, കടുവയാണല്ലോ പുലിയാണല്ലോ വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവൻ ഭയന്ന് ഓടാനും തുടങ്ങി. ഇവൻ ശക്തിയായ ഓട്ടം ഓടി കുറെ അങ്ങ് അകലെ ഓടിയതിനു ശേഷം തിരിഞ്ഞു നോക്കുന്നു. പുലി എങ്ങോട്ടാ പോയത് എന്ന് നോക്കുമ്പോൾ ഇവന്റെ പിന്നാലെ പുലി വരുന്നു, ഓടി വരുന്നു. ഇവന്റെ വെപ്രാളവും ബേജാറും പിന്നെ അവല്ലാതെ അറിയില്ലല്ലോ. ആ നിലക്ക് പുലി പിന്നാലെ വരുന്നത് കണ്ടുകൊണ്ട് ഭയന്നോടുന്ന ഈ മനുഷ്യൻ എവിടെയാണ് അഭയം എന്ന നിലക്കിങ്ങനെ ചിന്തിച്ചോടുമ്പോൾ ഇവന് കാണുന്നത് പോകുന്ന വഴിക്ക് ചുറ്റും കാട് നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു പൊട്ടൻ കിണറാ, ആഴമേറിയ ഒരു കിണറാകട്ടും. ഇവൻ മനസ്സിലാക്കി, ഞാൻ എങ്ങനെ ഓടിയാലും പുലിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. പുലി പിടിച്ചാലാണെങ്കിൽ ഞാൻ ബാക്കിയാകില്ല. പുലിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏക മാർഗം ഈ കിണറ്റിലേക്ക് ചാടിക്കളയലാണെന്ന് മനസ്സിലാക്കി ഒരു പക്ഷേ ചാടലോടുകൂടെ മരിച്ചെന്ന് വരാം, അല്ലെങ്കിൽ രക്ഷപ്പെട്ടെന്നും വരാമെന്ന ഉദ്ദേശത്തോടുകൂടെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ആ കിണറ്റിലേക്ക് ചാടുന്നു. ചാടിയപ്പോൾ ഈ കിണറ്റിന്റെ വക്കിൽ മുളച്ചൊരു മരമുണ്ട്. ആ മരത്തിന്റെ ഒരു കൊമ്പ് ഇങ്ങനെ കിണറ്റിലേക്ക് താഴ്ന്നിട്ടുണ്ട്. ഈ താഴ്ന്നു നിൽക്കുന്ന കൊമ്പിലേക്കായി ഇവൻ ചെന്ന് പിടികിട്ടിയത്. പെട്ടെന്ന് ആ കൊമ്പ് പിടിച്ചിട്ട് അവിടെ അങ്ങനെ നിന്നിട്ട് ആ കൊമ്പിൽ കയറി പറ്റിയിട്ട് മേൽപോട്ട് നോക്കുക. മൂപ്പരിഞ്ഞ് പറഞ്ഞ് മേലെ കയറാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ ചിന്തിക്കുന്നത് എന്താ? ഇവൻ ഏതെങ്കിലും കിണറ്റിന്റെ അടിയിലേക്ക് ചാടേണ്ടി വന്നില്ല. ഇവിടുന്ന് മേലോട്ട് കയറി രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് നോക്കാമെന്ന നിലക്ക് ചിന്തിച്ച് മേൽപോട്ട് നോക്കുമ്പോൾ പിന്നാലെ ഓടിയിരുന്ന ഇതേ കടുവ തന്നെ ഇവനെ കാത്തുകൊണ്ട് കിണറ്റിന്റെ വക്കിലുള്ള ഈ കാട്ടിന്റെ ഉള്ളിൽ വന്നുകൊണ്ട് വായ പടർന്നുകൊണ്ട് നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, മേപ്പോട്ട് കയറാൻ ഏതായാലും പറ്റൂലെന്ന് ഓർത്തു. പിന്നെ അവൻ ചിന്തിച്ചു, ഇനി എന്ത് മാർഗം? വല്ല താഴോട്ടിറങ്ങിയാലോ? താഴോട്ടിറങ്ങിയാൽ കിണറ്റിന്റെ അടിയിൽ ജീവിക്കാലോ എന്ന നിലയ്ക്ക് കിണറ്റിന്റെ അടിയിലോട്ട് നോക്കുമ്പോൾ അവൻ കാണുന്നതെന്താ? ഈ മരക്കൊമ്പ് പിടികൂടുന്ന ശബ്ദം കേട്ടിട്ട് ആ കിണറ്റിന്റെ അടിയിലുള്ള മാളത്തിലൊരു നല്ല ഉഗ്ര വിഷമുള്ള വലിയൊരു സർപ്പം. മൂപ്പരിങ്ങനെ പുറത്തിറങ്ങിയിട്ട് കിണറ്റിന്റെ അടിയിലേക്ക് ഇറങ്ങിയിട്ട് മേൽപോട്ട് നോക്കുക, വല്ലതും ഇര കിട്ടാനുണ്ടോ. ഇവനെ കണ്ടപ്പോൾ വായ വളർന്നുകൊണ്ട് കാത്തു നിൽക്കുക, വീണാ ഇപ്പൊ വിഴുകാന്നുള്ള നിലക്ക് താഴോട്ടിറങ്ങാൻ നോക്കില്ല. പിന്നെ അവൻ ചിന്തിച്ചു, പടച്ചോനെ, ഈ കിണറ്റിന്റെ ചുറ്റുഭാഗത്തിന്റെ വക്കിൽ എവിടെയെങ്കിലും വല്ല മാളം ഉണ്ടെങ്കിൽ എനിക്ക് ആ മാളത്തിലൊന്ന് കയറി ഇരിക്കാൻ പറ്റുമോ എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ മാളങ്ങൾ പലതും കാണുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ എന്തുണ്ട് എന്നറിയ വിഷജന്തുക്കളാണ് കാണുന്നത്. പാമ്പും തൂണൊക്കെ അങ്ങനെ സഞ്ചരിക്കുന്നു, എങ്ങോട്ടും ഇറങ്ങാൻ നിവൃത്തില്ല. അപ്പൊ അവൻ ചിന്തിച്ചു, ഇവിടുന്ന് ഏതായാലും ഇറങ്ങാൻ പറ്റൂല. ഇനി എന്ത് മാർഗം? ഒരു മാർഗവുമില്ല. അവസാനം ഇവൻ ചിന്തിച്ചു നോക്കുന്ന എന്താണെന്ന്, എനിക്ക് ഏതായിരുന്നാലും എനിക്ക് ജീവിക്കാൻ പറ്റുന്നത് ഈ മരം ഉണങ്ങുന്നത് വരെ ജീവിക്കാൻ പറ്റും. എന്താ? ഈ മരം ഉണങ്ങിയാൽ ഈ കൊമ്പൊരു പക്ഷേ ഉണങ്ങിയിട്ട് താഴോട്ട് മുറിഞ്ഞു വീഴും. വീഴാൻ അപ്പന്നെ സർപ്പം പിടിക്കും. അല്ലെങ്കിലോ ഉണങ്ങുകയാണെന്ന് കാണുമ്പോൾ മുറിയുമെന്ന് കാണുമ്പോൾ ഞാൻ മേൽപോട്ട് കയറേണ്ടി വരും. അപ്പൊ എന്നെ പുലിയും പിടിക്കും. ഏതായിരുന്നാലും രക്ഷയില്ല. ഈ മരത്തിന് എത്ര കണ്ട് ആയുസ് ഉണ്ടാകുന്നതിന് നല്ല വേരൊക്കെ ഉണ്ടോ എന്ന നിലയ്ക്ക് ഈ കിണറ്റിന്റെ വക്കിൽ മുളച്ച മരമായതുകൊണ്ട് ഇതിന്റെ വേരെങ്ങനെ ഉണ്ട് എന്ന് ശരിക്കും സൂക്ഷ്മതയോടുകൂടെ നോക്കുമ്പോൾ അവന് കാണാൻ കഴിയുന്നത് ഈ മരത്തിന് ആകെ രണ്ടുപേരാണ്. ഒരു വേരിന്റെ അറ്റത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആ തലക്കലുണ്ട് കറുത്ത ഒരു എരി, മറ്റേ വേരിന്റെ തലക്കൽ വെളുത്ത ഒരു എരിയുണ്ട്. രണ്ട് എരികളെ പണി എന്താണെന്ന് ചോദിച്ചാൽ ആ മരത്തിന്റെ വേരിങ്ങനെ ഞവറിയിട്ട് ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്ന് തുപ്പുക. സുബ്ഹാനല്ലാഹ്, അപ്പൊ ബേജാറ് കൂടി. കാരണം ആകെ ഇതിന് രണ്ടുപേരേ ഉള്ളൂ. അത് എലികളിങ്ങനെ കടിച്ചു മുറിച്ച് തുപ്പുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ മരം ഉണങ്ങുമല്ലോ, അതുകൊണ്ട് എനിക്ക് അധികകാലം ഇവിടെ ജീവിക്കാൻ പറ്റൂലല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ പോലെയാണ് ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിക്കുന്നു. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഈ പറഞ്ഞത് മനുഷ്യരാകുന്ന നാം ജീവിക്കുന്ന ദുനിയാവിന് അദ്ദേഹം ഉപമിക്കുന്നത് ഈ പൊട്ടൻ കിണറ്റിനോടാ. ഈ പൊട്ടൻ കിണറ്റിൽ നമ്മൾ താമസിക്കുന്ന ഇക്കാലഘട്ടം ഈ മരക്കൊമ്പിന്റെ നിലയാ. ഈ മരക്കൊമ്പ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ ആയുഷ്കാലമാണ്. ആയുഷ്കാലമാകുന്ന മരക്കൊമ്പിന്റെ രണ്ട് വേരുകൾ ദിവസേന കടിച്ചു മുറിച്ച് തുപ്പിക്കൊണ്ടിരിക്കുന്ന കറുത്തതും വെളുത്തതുമായ എലി എന്ന് പറയുന്നത് രാവാകുന്ന കറുത്തെരിയും പകലാകുന്ന വെളുത്തെരിയുമാണ്. അത് ദിവസേന നമ്മൾ ആയുഷ്കാലം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിലടക്ക് മേൽപോട്ട് നോക്കുമ്പോൾ ഇവൻ കാണുന്ന ഇവനെ പിടികൂടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പുലി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ.
അലൈഹിസ്സലാമാണ്. മേൽപോട്ട് നോക്കിയാൽ നമ്മളെ പിടികൂടാൻ വേണ്ടി മലക്കൾ മുഅ്തസിലായി കാത്തു നിൽക്കുന്നു. താഴോട്ട് നോക്കുമ്പോൾ ഇവനെ വിഴുങ്ങാൻ വേണ്ടി വായ പടർന്നുകൊണ്ട് കാത്തു നിൽക്കുന്ന സർപ്പം എന്ന് പറയുന്നത് നമ്മളെ ഏവരെയും വിഴുങ്ങാൻ വായ പടർന്നുകൊണ്ട് നിൽക്കുന്ന ഖബറാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ മേൽപോട്ട് നോക്കിയാലും മനുഷ്യന് സമാധാനത്തിന് മാർഗമില്ല, കീഴ്പോട്ട് നോക്കിയാലുമില്ല. പിന്നെ നാനാഭാഗത്തേക്കും നോക്കുമ്പോൾ കാണുന്ന വിഷജന്തുക്കൾ എന്ന് പറയുന്നത് മനുഷ്യരാകുന്ന നമ്മുടെ ശരീരത്തിൽ വന്ന് പിടിപെട്ടുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങളാണ്. ഇങ്ങനെ ആലോചിക്കുമ്പോൾ എങ്ങോട്ട് നോക്കിയാലും സമാധാനമില്ലാത്തൊരു നിലയിലാണ് ഒരു മുഅ്മിനായ മനുഷ്യന് വാസ്തവത്തിൽ ഇവിടെ കഴിഞ്ഞുകൂടാൻ കഴിയുന്നുള്ളൂ എങ്കിൽ ഇങ്ങനത്തെ വിഷമം പിടിച്ച ഈ ദുന്യാവിലേക്ക് മനുഷ്യരായ നാം എന്തിനു വന്നു, ഇവിടെ ജീവിക്കുന്നതിന്റെ ലക്ഷ്യമെന്ത്, ഇത് ചോദിക്കുമ്പോൾ അതിന് മറുപടി കണ്ടെത്തണം. അത് കണ്ടെത്താത്തതാണ് വാസ്തവത്തിൽ ഇത് നമ്മളിലുള്ള വലിയൊരു അപാകത. ഇതെനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതും നിങ്ങൾക്ക് എന്നോടും ചോദിക്കാനുള്ളത് എന്തിനാ അവിടെ ജീവിക്കുന്നത്. ചിലർ മനസ്സിലാക്കും ഇവിടെ ജീവിക്കുന്നത് പടച്ചതമ്പുരാൻ ഈ ദുന്യാവിൽ കുറെ വിഭവങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ തിന്നു നശിപ്പിക്കണ്ടേ, അതിനാവും നമ്മളെ പടച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് കുറെ അക്കാര്യങ്ങളായ കുറച്ച് ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അത് ഇവിടെ അള്ളാഹു താല ഈ പടച്ചതൊക്കെ തിന്നു നശിപ്പിക്കാൻ മനുഷ്യൻ തന്നെ വേണമെന്നില്ലാത്ത പല സംഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ കേട്ട് കാണും ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഭരണകാലത്ത് സുലൈമാൻ നബി ഭൂലോക ചക്രവർത്തിയായതുകൊണ്ട് തന്നെ സുലൈമാൻ നബിക്ക് ഒരു ആഗ്രഹം തോന്നി, എന്താ അള്ളാന്റെ പടപ്പുകളെല്ലാം കൂടി ഒന്ന് സൽക്കരിച്ചാൽ വേണ്ടിയില്ല, കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് വിളിച്ചാലോ. ഭക്ഷണം ഉണ്ടാക്കി ഒരു ചരിത്ര ഭക്ഷണം ഉണ്ടാക്കി മാസങ്ങളോളം ഭക്ഷണം ഉണ്ടാക്കിയത് ആരായിരുന്നു? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വേലക്കാരാവുന്ന പിശാചുക്കൾ ശൈത്താന്മാര്. ശൈത്താന്മാര് എന്ന് പറഞ്ഞാൽ അവരെ പണിയെപ്പറ്റി അള്ളാന്റെ റസൂൽ പറഞ്ഞെന്താണെന്നറിയോ, ഒരൊറ്റ സെക്കൻഡ് വെറുതെ അവർ നിൽക്കൂലാണ്. 12 മണിക്കൂർ നൂലുണ്ടാക്കാനുള്ള പരുത്തി അവരെ കൊടുത്തേൽപ്പിച്ചാൽ ആ 12 മണിക്കൂർ കൊണ്ട് ആ പരുത്തിയൊക്കെ നൂലാക്കിയാൽ ഉടനെ ആ ശൈത്താന്മാർക്ക് വേറെ പണി കൊടുത്തോളണം. കൊടുത്തില്ലെങ്കിലോ അതുവരെ ഉണ്ടാക്കിയ നൂല് പിച്ച് ചീന്തിയാണ്ട് പിന്നെയും പരിചയാക്കും, എന്നാലും വെറുതെ കൂല. അങ്ങനത്തെ ഒരു കൂട്ടരായിരുന്നു ബഹുമാനപ്പെട്ട സുലൈമാൻ നബിന്റെ ഈ പണിക്കാർ. അവരെ നിശ്ചയിച്ചിട്ടാണ് മാസങ്ങളോളം ഭക്ഷണം ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ ഭക്ഷണം ഭക്ഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ആദ്യം സമുദ്രത്തിൽ നിന്നാണ് ക്ഷണിച്ചത്. ഒരു മത്സ്യം ഇങ്ങോട്ട് വന്ന് സുലൈമാൻ നബിയും പാർട്ടിയും മാസങ്ങളോളം ഉണ്ടാക്കി വെച്ച ഭക്ഷണം എല്ലാം കൂടി മിനിറ്റുകളെ കൊണ്ട് മൂപ്പർ ഒന്നായിട്ട് അങ്ങ് വിഴിഞ്ഞിട്ട് ചോദിച്ചു വല്ലതും ഉണ്ടോ സുലൈമാൻ നബിനോട്. അപ്പൊ സുലൈമാൻ നബി അങ്ങോട്ട് ചെഞ്ഞു നിറഞ്ഞിട്ടില്ലേ. അപ്പൊ അതിന്റെ ചോദ്യം, ഇത് മാന്യന്മാർക്ക് വെച്ചാൽ ഞങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്, എന്നിട്ട് നിറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കാൻ അന്തസ്സുള്ള പണിയാ, നമ്മളങ്ങൾ പട്ടിണിയാക്കിയാലോ. നിന്റെ എത്രയോ ഇരട്ടി എനിക്ക് പടച്ചതമ്പുരാൻ ദിവസം തരുന്നുണ്ടായിരുന്നു, നമ്മൾ ചെലവ് മുടക്കി പോന്നതാണ്, നിങ്ങളെ കൊണ്ട് പൊള്ളത് മുടങ്ങിയാലോ എന്ന് മനുഷ്യൻ സുലൈമാൻ നബിയോട് പറഞ്ഞു എന്ന ചരിത്രം നമുക്ക് കേൾക്കാം. അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ അത് തിന്നു നശിപ്പിക്കാൻ നമ്മളൊന്നും വേണമെന്നില്ല, വേറെ ഇവിടെ ജീവികളുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളിവിടെ ജീവിക്കുന്നത് ഇത് മനസ്സിലാക്കണം. ഇതിന് മറുപടി കണ്ടെത്തണം. ഈ മറുപടി കണ്ടെത്താൻ വാസ്തവത്തിൽ നമുക്ക് ഇന്ന് വളരെ എളുപ്പമുണ്ട്. സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിലേക്ക് മനുഷ്യൻ എന്തിനാണ് ജീവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ഇപ്പൊ എളുപ്പത്തിൽ ചോദിക്കാൻ. ഇവിടെ കുറെ ദുബൈ പോകുന്നവർ കാണും, കുറച്ച് സൗദി അറേബ്യ പോകുന്നവർ കാണും. അവരോട് ചോദിക്കാം, എങ്ങനെയാണ് സൗദി അറേബ്യ പോണ്, നമ്മളെ ഞങ്ങളായി ഇവിടെ കൂടിയാൽ പോലെ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു നോക്കാം. ഈ മറുപടി നമുക്ക് വേഗം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ മറുപടി പറയും, ഞങ്ങൾ അവിടെ സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് മറുപടി പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. കാരണം നമ്മൾ കാണുന്നുണ്ട്, സൗദി അറേബ്യയിൽ ചെന്നാൽ നമുക്ക് കാണാം, ഇവിടുന്ന് കുറെ ചെറുപ്പക്കാരാണ് സൗദി അറേബ്യയിൽ മക്കായിലാണ് വന്ന് വിടുന്നതെന്നുണ്ടെങ്കിൽ അധികം ആൾക്കും ജോലി ഉണ്ടാവില്ല. എന്നാൽ വേഗം പോലെ എടുക്കാന്നറിയോ, അവിടെ ഒരു ബദരിയ ബേക്കറി ഉണ്ട്, ബേക്കറി അങ്ങോട്ട് പോവുക. അവിടെ പോയാൽ രാവിലെ 6 മണിക്ക് പണിക്കിറങ്ങിയാൽ വൈകുന്നേരം 6 മണിക്കാവുന്ന കഴിച്ചില്ല. അപ്പൊ മൂപ്പർക്ക് 12 മണിക്കൂറാ പണി. ഈ 12 മണിക്കൂർ പണിയെടുക്കുന്നവൻ ഇവിടെ നിന്ന് 1/2 മണിക്കൂർ പോലും വെറുതെ ജോലി ചെയ്ത് നോക്കാൻ തയ്യാറില്ലാതെ കഴിച്ചുകൂടി ചെറുപ്പക്കാരനാ. അവിടെ ചെന്ന് 12 മണിക്കൂർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കയറി വന്നിട്ട് മൂപ്പര് പറയാ ഞാൻ സുഖമായി ജീവിക്കാൻ പോയതാന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. പിന്നെ ഈ എന്തിനു പോയതാണോ എന്ന് ചോദിക്കണം. ചോദിക്കുമ്പോ അവസാനം പലതും തട്ടിപ്പൊക്കം ഉണ്ടാക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം എന്ത് പറയേണ്ടി വരുന്നറിയോ, ഞാനിവിടെ വന്നതിന്റെ ആവശ്യം, സ്വാതന്ത്ര്യമില്ലാത്ത വിദേശത്ത് ഞാൻ പോയി താമസിക്കുന്നതിന്റെ ആവശ്യം, അവിടെ ചെന്ന് 2-3 വർഷത്തേക്കുള്ള വിസയുടെ അവധി തീരുന്നത് വരെ കുറച്ച് കഷ്ടപ്പെട്ട് അങ്ങ് അധ്വാനിച്ചാൽ ആ അധ്വാനിച്ച് കിട്ടുന്നത് കൊണ്ട് അതിന്റെ വിസയുടെ അവധി കഴിഞ്ഞ് എന്റെ നാട്ടിൽ വന്നാൽ പിന്നെ എനിക്കും കുടുംബത്തിനും സുഖമായി ജീവിക്കാമല്ലോ എന്ന് മനസ്സിലാക്കി കഷ്ടപ്പെട്ട് അധ്വാനിക്കാൻ വേണ്ടിയാണ് ഞാൻ വിദേശത്ത് പോകുന്നത് എന്ന് സ്വാതന്ത്ര്യമില്ലാത്ത വിദേശത്തേക്ക് പോകുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരവക്കൽ നിന്ന് ശരിയായ ഉത്തരം നമുക്ക് കിട്ടാൻ ഇന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇവിടെയുമുള്ള ഉത്തരം. അതായത്
എന്തിനാണ് സ്വാതന്ത്ര്യമില്ലാത്ത ഈ നാട്ടിലേക്ക്, ജയിലാകുന്ന ദുന്യാവിലേക്ക് ഇവിടെ വന്നതിന്റെ ലക്ഷ്യമെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു വിശക്ക് വന്നതാ. ആ വിശക്കൊരവധിയുണ്ട്. എത്രയാ? أعمار أمتي ما بين 60 و70 أو كما قال نبينا رسول الله. أعمار أمتي എന്റെ ഉമ്മത്തിന്റെ വിശക്കാലം, അവരുടെ ആയുഷ്കാലം എത്രയാ? ما بين 60 و70. 60ന്റെയും 70ന്റെയും ഇടയിൽ അധിക ആളുകളും അതോടുകൂടെ തന്നെ അവസാനിക്കും. 60-70 അടി കഴിയുന്നവരാ. എപ്പോഴെങ്കിലും ചില ആളുകൾക്കുണ്ട്, ചില അറബികൾ ചിലപ്പോൾ 2 കൊല്ലം നീട്ടിക്കൊടുക്കൽ എന്നതുപോലെ ചില ആളുകൾക്ക് 70 വിട്ട് കടന്ന് ചിലപ്പോ 1, 2, 5 കൊല്ലം നിന്നെന്ന് വരും. അധിക ആളുകളെയും NOC അതോടുകൂടെ അവസാനിക്കും. ആ NOC അവസാനിക്കുന്നതിനിടയ്ക്ക് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് കുറച്ച് വല്ലതും അധ്വാനിച്ചുണ്ടാക്കിയാൽ, ഈ അധ്വാനിച്ചുണ്ടാക്കിയത് സ്വന്തം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്താൽ, ആ കൊടുത്തത് കൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞ് നാട്ടിൽ ചെന്ന് പിന്നെ സുഖമായി ജീവിക്കാം. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് എന്ന മറുപടി പറയാൻ നമ്മൾക്കറിയണം. അത് നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി അത് ഞാൻ എന്റെ സ്വന്തഭിപ്രായം പറഞ്ഞാണോ എന്ന് വിചാരിക്കുന്നു. അങ്ങനൊന്നുമല്ല. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചതാണ്. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ ഖാല റസൂലുള്ളാഹി. അദ്ദുന്യാ, ഈ ദുന്യാവ്, മസ്റഅത്തുൽ ആഖിറ, നാളെ പരലോകത്തേക്ക് വേണ്ടി അവിടെ ചെന്ന് സുഖമായി ജീവിക്കാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വല്ലതും ഉണ്ടാക്കാനുള്ള കൃഷിയിടമാണ് ദുന്യാവ്. ഇത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. അപ്പൊ നമ്മൾ വന്നത് എന്തിനാ? കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് വല്ലതും അധ്വാനിക്കാൻ വേണ്ടി വന്നതാണ്. ഈ അധ്വാനിക്കാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ എമ്പാടും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട്. അത് ഇവിടുന്ന് വിദേശത്ത് പോയാലുള്ള നിലയാണ്. ഇവിടുന്ന് വിദേശത്ത് പോകുന്നത് വരെ എല്ലാവർക്കും നല്ല വലിയ അത്യാഗ്രഹങ്ങൾ പലതും ഉണ്ടാവും. ഞാനിപ്പോ ചെന്നാ പൈസ വാരി കൂട്ടാന്നൊക്കെ മനസ്സിലാക്കും. അവിടെ ചെന്ന് നോക്കുമ്പോ ഇവിടുന്ന് വിചാരിച്ച ആ രൂപത്തിലൊന്നും ഇല്ലാന്ന് കണ്ടാ കുറച്ചാളെന്ത് ചെയ്യുന്നറിയാം, എല്ലാം തടി കഴിച്ചിലാക്കി ഇങ്ങ് പോരുന്നവരുണ്ട്. ഇത് അങ്ങനെ അധ്വാനിക്കണമെന്ന് ആവില്ലാന്ന് മനസ്സിലാക്കും. കുറച്ചാളുകൾ എന്ത് മനസ്സിലാക്കും? കുറച്ച് ബുദ്ധിമാന്മാരായ ആളുകളൊക്കെ കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, നാട്ടിലേക്ക് അങ്ങനെ തിരിച്ചു പോയാൽ ആവില്ലാന്ന് മനസ്സിലാക്കി 12 മണിക്കൂർ പണിയെടുത്തതിന്റെ പുറമെ വല്ല ഓവർ ടൈം കിട്ടുമോ നോക്കിയിട്ട് തെണ്ടി നടക്കാം. നടന്നിട്ട് 2 മണിക്കൂർ ഓവർ ടൈം കിട്ടാനുള്ള വല്ല മാർഗം ഉണ്ടെങ്കിൽ ആ 2 മണിക്കൂർ ഓവർ ടൈം പണിയെടുത്താൻ ചെയ്യും, കൂലി ഇരട്ടി കിട്ടും. കാരണം രാത്രി സമയത്ത് എടുക്കുന്ന പണിക്ക് കുറച്ചുകൂടി ഏറെ കൂലിയുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഓവർ ടൈം പണിയെടുത്ത് കഴിച്ചു കൂടുന്ന ആളുകളും ഇവിടെ നിന്ന് വിദേശത്ത് പോയി താമസിക്കുന്നവരെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇപ്രകാരം ഈ ദുന്യാവാകുന്ന വിദേശമാകുന്ന ഇന്നാട്ടിലേക്ക് വന്നതിന്റെ ആവശ്യം കഷ്ടപ്പെട്ട് അധ്വാനിച്ചു വല്ലതും ഉണ്ടാക്കാനെന്ന് മനസ്സിലാക്കിയ ആളുകള് സാധാരണ ടൈമിന്റെ പുറമെ ഓവർ ടൈം പണിയെടുക്കുന്നുണ്ട്. അവരാണ് ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ. അവർക്ക് അല്ലാഹു തആല കറാമത്തും വലിയ സ്ഥാനമാനങ്ങളും കൊടുക്കുന്നതിന് കുറെ ആളുകൾക്ക് വലിയ ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല, വെറുപ്പുണ്ടായിട്ട് കാര്യമില്ല. കാരണം ഓവർ ടൈം പണിയെടുക്കുന്നവർക്ക് ഡബിൾ കൂലി കിട്ടുക എന്നുള്ളത് പണ്ടേ ഉള്ളതാ. ഈ ദേഷ്യം പിടിച്ചെടുത്താ ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരാകുന്ന ആളുകൾക്ക് കറാമത്ത് നിന്ന് വരുമ്പോ ചെറിയത്തേക്ക് ദേഷ്യം പിടിക്കുന്നതാണ്. അതിന്റെ അതിന്റെ ആവശ്യം ഓവർ ടൈം പണിക്കാരാ. എന്താ പോലെ ഓവർ ടൈം പണി നമ്മൾ കേട്ടിട്ടില്ലേ? നിലവേറും തോറുതോറുവാനെ 40 സൂബിഹി തൊഴുതോവർ. ബഹുമാനപ്പെട്ട ഔദുലാലമിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടാ, ഇശാ നമസ്കാരത്തിന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ഉദു ഉണ്ടാക്കിയാൽ ആ ഉദുകൊണ്ട് തന്നെ സുബഹി നമസ്കരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ നീണ്ടുനിന്ന 40 കൊല്ലത്തെ പതിവായിരുന്നു. ശാഫിഈ മദ്ഹബുകാരനായിരുന്ന ബഹുമാനപ്പെട്ട ഔദുലാലം ശൈഖുനാ മുഹീദ്ദീൻ റളിയല്ലാഹു തആല അൻഹു കിടന്നുറങ്ങിയാൽ ഉദു മുറിയുമെന്ന് വിശ്വാസമുള്ള ആളാണ്. അങ്ങനത്തെ ഓസുള്ളാളം രാത്രി ഇശാക്കെടുത്ത ഒതുകൊണ്ട് സുബഹികരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട രാത്രി കിടന്നുറങ്ങി നോക്കിയിട്ടില്ല എന്നല്ലേ? ഉറങ്ങാതെ പണിയെടുക്കുക എന്ന് പറയുന്ന അപ്പണിയല്ലേ നമ്മൾ ഈ ഓവർ ടൈം പണി എന്ന് പറയുന്നല്ലേ? ഓവർ ടൈം പണിയെടുക്കൽ. അങ്ങനെ പണിയെടുത്ത ആളുകൾക്ക് ഡബിൾ കൂലി പടച്ചണം പുരാൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെന്തിനാ വെറുപ്പ് വിചാരിക്കുന്നത്? ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓസുലാളമിന് മാത്രമൊക്കെ ഉള്ളതാണോ? അങ്ങനെയും വേണ്ട. ഓസുലാളമിന് മാത്രമുള്ളൊന്നുമല്ല. മഹായിമാമുള്ള അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു കൊല്ലങ്ങളോളം ബഹുമാനപ്പെട്ട ഒരു രാത്രി ഉറങ്ങി നോക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട താബീങ്ങളുടെ കാലം പരിശോധിച്ചാൽ താബീങ്ങളുടെ കാലത്ത് 40 ചില്ലാനം താബീങ്ങൾ രാത്രി തീരെ ഉറങ്ങി നോക്കാത്തവരുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് കാണാം, മനസ്സിലാക്കണം.
ബഹുമാനപ്പെട്ട ഓസുലാളമിന്റെ ശിഷ്യന്മാരിൽ നിന്ന് നമ്മുടെ ഖാദിയ്യ തരീഖത്തിന്റെ ആളുകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഖലീഫമാരെന്നൊക്കെ പറയുന്ന പാർട്ടി, അവരെ പറ്റി ബഹുമാനപ്പെട്ട ഓസുലാളം എന്താ പറഞ്ഞത്? അതും കൂടി മനസ്സിലാക്കി. റിജാലി ഫീ ഹവാജിരിഹിം സിയാമു വഫീ ദുലമിൽ ലയാലി കല്ലാലി. റിജാലി എന്റെ കുട്ടികൾ, എന്റെ ശിഷ്യന്മാർ, എന്റെ മുരീദുമാർ എന്ന് പറഞ്ഞത് ആരാ? ഫീ ഹവാജിരിഹിം സിയാമു, ഓൾക്ക് പകലൊക്കെ നോമ്പ. വഫീ ദുലമിൽ ലയാലി കല്ലാലി, രാത്രിയുടെ ഇരുളുകളിൽ അവർ മുത്തു തിളങ്ങുന്നത് പോലെ തിളങ്ങുന്നവരാണ്. അല്ലാഹുവിന്റെ ഇബാദത്തിലായി സമയം കഴിച്ചു കൂട്ടുന്നവരാണെന്ന് തന്റെ മുരീദന്മാരെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഓസുവാളം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞെങ്കിൽ, പ്രിയമുള്ള സഹോദരന്മാരെ, കഠിനാധ്വാനം ചെയ്ത് ഓവർ ടൈം പണിയെടുക്കുന്ന സ്വഭാവമാണ് ബഹുമാനപ്പെട്ട ആരിഫീങ്ങളായ ആളുകൾക്ക്, ഔലിയാക്കന്മാർക്ക് ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ അതിന്റെ കാരണമെന്ത്? ഇവിടുത്തെ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചതായിരുന്നു. ലക്ഷ്യം അവർ മനസ്സിലാക്കി, ആ നിലയ്ക്ക് അവർ പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ ചിലർക്ക് ഉറങ്ങാൻ സമയം കണ്ടില്ല, മനസ്സിലാക്കി. ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടില്ല. ഇതൊക്കെ പറയുമ്പോൾ അത്ഭുതം തോന്നും. ഭക്ഷണം കഴിക്കാൻ സമയം കാണാതെ, ഭക്ഷണം കഴിക്കാതെ മനുഷ്യൻ ജീവിക്കുമെന്നൊക്കെ തോന്നും. സമയം കാണാത്തവരിവിടെയുണ്ട്. ബഹുമാനപ്പെട്ട അലിയുൽ ജുർജാനി റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നു, രാത്രി മുഴുവൻ ഒന്നായി നമസ്കരിക്കുന്നു. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാതെ കണ്ട് ഇബാദത്തിലായി മുഴുകിയപ്പോൾ ഒരു ദിവസം വീട്ടിൽ നിന്നതാ വീട്ടുകാരൽപ്പം റൊട്ടിയും കൂട്ടാനും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾ ആ റൊട്ടിയും കൂട്ടാനുമായി അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയപ്പോൾ ആ റൊട്ടിയും കൂട്ടാനും നോക്കിക്കൊണ്ട് മഹാനവറുകൾ ആ കുട്ടികളോട് മറുപടി പറയുന്നു, മക്കളെ, ഇത് കഴിക്കുന്ന സമയം കൂടി ഇവിടെ വാപ്പ വല്ലതും അധ്വാനിച്ചാൽ കിട്ടുന്ന കാശുകൊണ്ട് വാപ്പാക്ക് വാപ്പയുടെ നാട്ടിൽ ചെന്ന് സുഖമായി ജീവിക്കാം. അതുകൊണ്ട് ആ റൊട്ടിയും കൂട്ടാനും കഴിക്കാൻ ഞാൻ ഇവിടെ സമയം കാണുന്നില്ല, നിങ്ങളത് കൊണ്ടുപോയിക്കോളൂ. ആ റൊട്ടി ഉണ്ടാക്കുന്ന പൊടി നിങ്ങൾ അല്പം വെള്ളത്തിലൊന്ന് കലക്കി തന്നാൽ എന്റെ റൂഹ് നിലനിൽക്കേണ്ടതിന് വേണ്ടി ഒരു മുറുക്ക് ഞാൻ കുടിച്ചു കൊള്ളാമെന്നല്ലാതെ ആ റൊട്ടിയും കൂട്ടാനും കഴിക്കാൻ ഞാൻ സമയം കാണുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട അലി ജുർജാനി റളിയല്ലാഹു അൻഹു. ഭക്ഷണം കഴിക്കാൻ സമയം കാണാതെ വിവാദത്തിലായിരുന്നു എന്നർത്ഥം. ഇതൊക്കെ ഓവർ ടൈം പണിയാ, അല്ലേ? ബഹുമാനപ്പെട്ട ആരിഫീങ്ങൾ ഔലിയാക്കന്മാർ ഇതിന്റെയൊക്കെ പിന്നിലിടുവെന്നാ ഇവരെ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ, ഇത് പറയുമ്പോൾ ചിലർക്ക് തോന്നും, ഇതൊക്കെ പറഞ്ഞാലും അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമില്ലല്ലോ. ഭക്ഷണം കഴിക്കാതെ മനുഷ്യൻ ഇങ്ങനെ നിശ്ചയിക്കാൻ നോൽക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ എന്തോ നോവലുകളാണ് എന്നൊക്കെ അങ്ങനെ തോന്നും. വാസ്തവത്തിൽ എന്താണെന്നറിയോ? യാഥാർത്ഥ്യം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഭാവിയിൽ നമുക്കൊരു വലിയ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്ന് ഉറപ്പ് കിട്ടിയാൽ നമ്മൾ ഈ വാതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാം പരമബോധ്യനായ ഒരു വ്യക്തി, അയാൾ നമ്മളോടൊക്കെ വന്നിട്ട് പറയുന്നു, മുസ്ലിയാരാകുന്ന എന്നോടും പറയുന്നു, ഇല്ലേറെ നിങ്ങളെ അയാളോടെ നിർത്തുമോ? എല്ലാവരും കൂടി ഇരുന്നിട്ടൊരു കാര്യം ചെയ്യൂ, ഈ സമയം മുതൽക്ക് നാളെ പകൽ 12 മണി വരെ 1 മുതൽ എണ്ണുക എന്ന് പറഞ്ഞു. ഒരാള് എന്തിനാ എണ്ണാൻ പറഞ്ഞത്? ഒരെണ്ണങ്ങൾ എണ്ണിയാ 10 പൈസ തരാം. അപ്രകാരം ഏതുവരെ എണ്ണിക്കോ, നാളെ ഉച്ച വരെ എണ്ണിക്കോ എന്ന് പറഞ്ഞു. നമ്മൾ എത്ര ഭക്ഷണം കഴിക്കും നോക്കാൻ വേണ്ടിയിട്ടാണ്. ചിന്തിച്ചു നോക്ക്. ഒരെണ്ണത്തിന് 10 പൈസ ഉണ്ട്. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് പറയുമ്പോൾ 1 റുപ്യായി. 20 എത്തുമ്പോ 2 ആവും, 30 എത്തുമ്പോ 3 ആവും. ഇങ്ങനെ എണ്ണുന്നത് ഏതുവരെ? പകൽ 12 മണി വരെ. നമ്മൾ ആരും ചോറ് കഴിക്കാതെ വന്നില്ല വെക്കുക. അയാൾ പറഞ്ഞു 12 മണി കറക്റ്റ് ടൈമിന് ബെല്ലടിക്കും. ബെല്ലടിച്ചാൽ എണ്ണം നിർത്തണം. നിർത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എണ്ണം എണ്ണി തീർത്ത ആളുകൾ ആരാന്ന് വെച്ചാൽ അവർക്ക് പാരിതോഷികമായി പിന്നെ വലിയൊരു സംഖ്യയും കൂടി തരും എന്ന് പറഞ്ഞാൽ മുസിയാരും നമ്മൾ പഴു കേൾക്കാൻ വന്നവരൊക്കെ ഇപ്പൊ തുടങ്ങും. 1, 2, 3, 4, 5, 6, 7, 9, 10 1 റുപ്യായിട്ടോ ഇങ്ങനെ എണ്ണുക. എണ്ണി ഭക്ഷണം കഴിക്കാത്ത നമ്മള് രാത്രി 2, 3 മണി വരെ എണ്ണിയപ്പോ വീട്ടിൽ ഭാര്യയുണ്ട്. നമ്മൾ ദുബൈയിൽ നിന്ന് കൊണ്ടുവന്നൊരു ഫ്ലാസ്കിൽ ഭാര്യ പറഞ്ഞു, മോനോട് എടാ വാപ്പ കുത്തിരുന്ന് എണ്ണാണല്ലോ, ഈ പോയിട്ട് ഈ ഫ്ലാസ്കിൽ കുറച്ച് കട്ടൻ ചായ കൊണ്ടേക്ക് വാപ്പ ഒന്ന് കുടിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരൊന്ന് പരിശോധിക്കാ? ധൃതി പിടിച്ച എണ്ണയല്ലേ. രാത്രി 3 മണിക്ക് മകൻ ഫ്ലാസ്കിൽ കുറച്ച് കട്ടൻ ചായ ചൂടുള്ളത് കൊണ്ടുവന്നിട്ട് വാപ്പാന്റെ മുന്നിൽ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ കൊടുത്തിട്ട്, വാപ്പ 10 മണിക്ക് എണ്ണൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടൻ ചായ കുടിച്ചോളൂ എന്ന് പറഞ്ഞ് 1/2 ഗ്ലാസ് ചൂടുള്ള കട്ടൻ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു പോകണം. കൊണ്ടുപോകണം അവിടുന്ന് 1, 2, 3, 4, 5, 6, 7, 9, 10 എന്ന് പറഞ്ഞോണ്ടും. കാരണം എന്താ? 1/2 ഗ്ലാസ് കട്ടൻ ചായ അടിക്കുമ്പോഴേക്കും 25 റുപ്യ പോകും. ഇവിടെ കുടിച്ചോ നമുക്കോ നോക്കാനോ? കുടിക്കൂല. നേരം പുലരുന്നവരെ കുടിച്ചില്ല. അങ്ങനെ
അങ്ങനെ നേരം പുലർന്നു. അന്ന് മുഴുവൻ പട്ടിണിയാ, വെള്ളം കുടിച്ചിട്ടില്ല. ആ സമയത്ത് മിക്കട്ടൻ ചായറ്റ് വന്ന എന്താ മാപ്പ് കണക്കാക്കുന്നത്? നമ്മളെന്താ കണക്കാക്കുക? 12 മണി കറക്റ്റ് ടൈമിന് ബെല്ലടിക്കുമ്പോ ഏറ്റവും കൂടുതൽ എണ്ണം എണ്ണി തീർത്താക്ക് വലിയൊരു സംഖ്യ കിട്ടാൻ വേണ്ടി കട്ടൻ ചായ കുടിക്കാൻ നിന്നാൽ നമ്മളെ കാശ് നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അന്ന് 12 മണി വരെ ഇപ്പറയുന്ന ഞാനും നിങ്ങളും ഒരൊറ്റ മുറുക്ക് കട്ടൻ ചായ കുടിക്കാതെ 1, 2, 3, 4, 5, 6, 8, 9, 10 എന്ന് പറഞ്ഞോണ്ടും. ഇത് നമ്മളെ സ്വഭാവമാണ്. ഇതിന്റെ കാരണം എന്താ? നമുക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട്. ഇതിവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അതിന്റെ പിന്നിൽ വലിയൊരു സംഖ്യ കിട്ടാറുണ്ട് എന്ന ബോധ്യമുള്ളതുകൊണ്ട് ഈ 24 മണിക്കൂറിന് അല്ലെങ്കിൽ 12 മണിക്കൂറിന്റെ ഇടയിൽ ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ ഇപ്പറയുന്ന ഞാനും നിങ്ങളും തയ്യാറാവുകയില്ല എന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു എങ്കിൽ സഹോദരന്മാര് മനസ്സിലാക്കണം. ഇതുപോലെ ഞാൻ ഇവിടുന്ന് കഷ്ടപ്പെട്ട് കുറച്ച് നല്ലവണ്ണം അധ്വാനിച്ചാൽ അതിന് പിന്നിൽ എനിക്ക് നല്ല ഒരു സംഖ്യ കിട്ടാനുണ്ടെന്ന് മനസ്സിലാക്കുന്ന മഹാന്മാരായ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാരായ ആളുകള് അവര് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര വലിയ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമൊന്നും അത് ഇല്ല എന്ന് മനസ്സിലാക്കണം. കാരണം അവര് കാര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ ഇതിന് സമയം കണ്ടെത്താതിരുന്നതാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒറ്റവാക്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യൻ ഇവിടെ എന്തിനു ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് വല്ലതും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ ഇവിടെ ജീവിക്കുന്നത്. എന്നാൽ ഈ ഉണ്ടാക്കുന്നത് ചിലർ ധൂർത്തടിക്കുന്നവരുണ്ട്, ചിലർ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. 2 തരത്തിലുണ്ട്. ഇവിടുന്ന് വിദേശത്ത് പോകുന്ന ആളുകൾ 2 തരക്കാരുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു വാപ്പയുടെ മക്കൾ തന്നെ 2 മക്കള്, ജേട്ടനെയും അനുജനെയും വാപ്പ പറഞ്ഞയച്ചു. 2 ആളും ചെന്ന് ഒരു ദിവസം തന്നെ പണിക്കിറങ്ങി. ഒരു മൂത്ത മകൻ എന്ത് ചെയ്തു എന്നറിയോ? മാസം തോറും കിട്ടുന്ന സംഖ്യ വാപ്പയ്ക്ക് ഇങ്ങനെ അയച്ചു കൊടുത്തു. ഇളയ മകൻ എന്ത് ചെയ്തില്ല? മോന് പൈസ നല്ലോണം കിട്ടുന്നുണ്ട്, വാപ്പയ്ക്കൊരു പൈസ അയച്ചു കൊടുത്തില്ല. കിട്ടുന്നതൊക്കെ മൂപ്പൻ അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെലവാക്കി, ഒരു പൈസ അയച്ചു കൊടുത്തില്ല. എങ്കിൽ ശരിക്കും മനസ്സിലാക്കണം, 1, 2 കൊല്ലക്കാലം ഇവൻ അധ്വാനിച്ച സംഖ്യ മുഴുവൻ വാപ്പയ്ക്ക് അയച്ചു കൊടുത്ത് 6 മാസവും കൂടി ഇവനിക്ക് നാട്ടിലേക്ക് വരാനുള്ള വിസയുടെ അവധിയുണ്ട് എന്ന് കാണുമ്പോൾ വാപ്പക്കൊരു കത്ത് എഴുതുന്നു. ഉപ്പ, 6 മാസവും കൂടി എനിക്കുള്ളൂ, ഞാൻ വരുമ്പോഴേക്ക് എനിക്കൊരു ബിൽഡിങ്ങിന്റെ പണിയൊക്കെ പൂർത്തിയാക്കണം, ഇന്നാലിന്ന സ്ഥലത്തുള്ള ആ തോട്ടപ്പറമ്പ് എനിക്ക് വേണ്ടി വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഒരു ബിൽഡിങ്ങിന്റെ പ്ലാനും ആ കൂട്ടത്തിൽ ഒരു എഴുത്തും കുറച്ച് ഡ്രാഫ്റ്റും കൂടി ഇങ്ങോട്ട് അയച്ചു കൊടുത്താൽ മകന്റെ എഴുത്ത് കിട്ടിയ അന്ന് മുതൽ വാപ്പ മകൻ ഉദ്ദേശിച്ച ആ പറമ്പ് വാങ്ങാനും മകൻ അയച്ച അതേ പ്ലാൻ അനുസരിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കാനും വാപ്പ തയ്യാറാവുന്നു. ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ തയ്യാറായി ബിൽഡിംഗിന്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായപ്പോഴേക്ക് മകന് വരാനുള്ള ടൈമുമാകുമ്പോൾ മകൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വിവരമറിയിക്കുന്നു, ഏതാണ്ട് ബിൽഡിംഗിന്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്, കുടിയിരിപ്പ് നടത്താൻ താമസത്തിന്റെ അമ്മയ്ക്ക് നീ എത്തണം, ഇന്നാലിന്ന ഡേറ്റിന് ഇങ്ങോട്ട് എത്തണമെന്നുള്ളൊരു കത്തും കൂടി അങ്ങോട്ട് അയച്ചാൽ മകൻ ഇതാ ഇങ്ങോട്ട് വിവരം കൊടുക്കുന്നു, ഇന്ന ഡേറ്റിന് ഞാൻ ഇന്ന ഇന്ന കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും. ഇത് കേട്ടാൽ ഈ വാപ്പയും കൂട്ടുകുടുംബങ്ങളും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് ഇവനാനയിക്കാനും സ്വീകരിക്കാനും പോകൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പതിവ്. അതാർക്കും നിശ്ചയിക്കാൻ പറ്റുന്നതല്ലോ. പോകും. കാരണം എന്തുകൊണ്ട്? മാസം തോറും കിട്ടുന്ന സംഖ്യ ഒക്കെ വാപ്പാക്കിങ് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ അയച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ വാപ്പക്കും സന്തോഷമുണ്ട്, കൂട്ടുകുടുംബങ്ങൾക്ക് അതും സ്നേഹമുണ്ട്, പലരെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സ്നേഹമുണ്ട്, എല്ലാവരും മാനയിച്ച് സ്വീകരിച്ചു കൊണ്ടുവരാൻ പോകും. ശരി, അങ്ങനെ പോയി മകൻ വന്നിറങ്ങി. ആ മകനെ കാർ വഴിയായി അങ്ങനെ കൊണ്ടുപോരുമ്പോ ഈ വരുന്ന ഭാഗത്ത് ഇവിടെ ഇങ്ങനെ കുറച്ച് പൊന്തി അതിലുണ്ട് റോഡിലെ കുറച്ചുകൂടി കയറ്റം. ആ കയറ്റത്തിലേക്ക് എത്തുമ്പോ മോനിങ്ങനെ എവിടെ നോക്കി കാറിന് ഇങ്ങനെ നോക്കുക, പഠിച്ചോനെ ഞാൻ അയച്ചൊരു പ്ലാനിലുണ്ടാക്കിയ ബിൽഡിങ്ങിന്റെ മേൽക്കൂര ഈ കാറിൽ ഇവിടെ ഇരുന്നാൽ കാണുന്നുണ്ടോ എന്ന് മൂപ്പര് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഉയർന്ന സ്ഥലത്തേക്ക് കാറ് എത്തിയപ്പോ മൂപ്പര് കൊടുത്തയച്ച അതേ പ്ലാനിലുണ്ടാക്കിയ ബിൽഡിങ്ങിന്റെ മേൽക്കൂര കണ്ടാൽ ആ മനുഷ്യന് ആഗ്രഹമുണ്ട്, എനിക്ക് പഠിച്ചവനായിരൊന്ന് കടന്നിട്ട് മരിച്ചിരിക്കാൻ വേണ്ടിയില്ല, അയാൾക്കൊന്ന് പെട്ടെന്ന് കടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതാർക്കും ഉണ്ടാകുന്നതാ. ആ കടക്കുന്നതിന് എന്തെങ്കിലും തടസ്സം, അതായത് 5 മിനിറ്റ് റോഡ് ബ്ലോക്കായിട്ട് കാർ അവിടെ വഴിയിൽ നിൽക്കേണ്ടി വന്നാൽ ഓൻ ചിന്തിക്കുന്നത് 5 കൊല്ലം ദുബൈയിൽ നിന്ന വേജാർ വേറെ വേജാർ 5 മിനിറ്റ് മുടക്കല. കാരണം എന്താ? ബിൽഡിങ്ങിന്റെ മേൽക്കൂര കണ്ടുപോയി, ഒന്നങ്ങോട്ട് കടക്കണമെന്ന അത്യാഗ്രഹം അത്രത്തോളം ഉണ്ടാവും അല്ലേ? ഈ രൂപത്തിൽ വരുന്നവനാണ് ഇവിടെ നിന്ന് കിട്ടുന്നതൊക്കെ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് വാപ്പ സ്വീകരിച്ചു കൊണ്ടുവരുന്ന വ്യക്തി. എങ്കിൽ മറ്റോനുണ്ടല്ലോ, ഒരു പൈസ അയച്ചിട്ടില്ല, കിട്ടുന്നതൊക്കെ മൂപ്പർ അവിടെ ചെലവാക്കി, അല്ലെങ്കിൽ മൂപ്പരെ കളിച്ചു കളഞ്ഞു. അവന്റെ വിഷയുടെ അവധി കഴിഞ്ഞപ്പോ ഓനും ബാപ്പാക്കൊരെഴുത്ത്, ഞാനും വരുന്നുണ്ട്, ഇന്ന ദിവസം ഇത്ര മണിക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു ഓനൊരെഴുത്ത്. ആ എഴുത്ത് വാപ്പക്ക് കിട്ടിയ എന്താ ഇയ്യ വായിച്ചിട്ട്? നാടാറ പഴം പോയിച്ച് 5 കൊല്ലായി, ഇപ്പൊ നാടാറ് കത്ത് തരുന്നായ പൈസ ഇതുവരെ അയക്കാൻ പോട്ടെയാണ് ഓനെ സ്വീകരിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പിച്ച് ചീന്തിടുക എന്നല്ലാതെ ആ മകനെ സ്വീകരിക്കാൻ വാപ്പയില്ല, കൂട്ടുമില്ല, കുടുംബവുമില്ല.
ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണെന്ന് ചിന്തിച്ചാൽ ഒരു കാര്യമുണ്ട്. ഇവിടുന്ന് അധ്വാനിച്ച് വല്ലതും ഉണ്ടാക്കി നാട്ടിലേക്ക് അയച്ചു കൊടുത്ത ആളുകളാണെങ്കിൽ നാട്ടിലേക്ക് പോകേണ്ട അഥവാ അവർക്കുള്ള വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട സമയം വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ആളുകളെത്തുമെന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും സുമ്മ ഇസ്തഖാമു, പിന്നെ അധ്വാനിച്ച് കിട്ടുന്നതൊക്കെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്ത ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരെ നാട്ടിലേക്ക് പോകേണ്ട സമയം വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ മലക്കുകൾ വരും. വന്നിട്ട് പറയും, വലാ തഖാഫു, ഒന്നും പേടിക്കണ്ട, വലാ തഹ്സനു, ഒട്ടും ക്ലേശിക്കണ്ട, വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾ ഇങ്ങോട്ട് അയച്ചു തന്ന പണം കൊണ്ട് നല്ല നല്ല ബിൽഡിങ്ങുകളും ബംഗ്ലാവുകളും ഇവിടെ പണി തീർക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞ് ആ ബംഗ്ലാവ് ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ കൺമുമ്പിൽ കാണിച്ചു കൊടുക്കുന്നൊരു സന്ദർഭമുണ്ടാകുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ആദ്യം തന്നെ നമ്മൾ വിമാനത്താവളത്തിൽ ചെന്നിറങ്ങാന്ന് പറഞ്ഞാൽ നമ്മളെ മരണസമയം ആസന്നമാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ ഒന്നുകൊണ്ട് ഇവിടെ അയച്ചു കൊടുത്ത കാശിന് പകരം ഉണ്ടാക്കിയ ബിൽഡിങ്ങിന്റെ മേൽക്കൂര കണ്ണിലിങ്ങി കാണിച്ചു വരുമ്പോൾ മനുഷ്യന്റെ ആഗ്രഹം പടച്ചാനോ ഒന്നങ്ങോട്ട് കടന്നു കിട്ടിയാൽ വേണ്ടില്ല. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു സാലിഹായ മനുഷ്യന്റെ ജനാസ ആളുകൾ ചുമന്നുകൊണ്ടു പോകാൻ തുടങ്ങുമ്പോഴേക്കും അത് വിളിച്ചു പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നൊന്ന് വേഗം കൊണ്ടുപോകണം, വേഗം കൊണ്ടുപോകണമെന്ന് വിളിച്ചു പറയുമെന്നും നബിയുനാ റസൂലുള്ളാഹി. എന്തിനാ വേഗം കൊണ്ടുപോകണമെന്ന് വിളിച്ചു പറയുന്നത്? അവന്റെ ബംഗ്ലാവ് കണ്ടപ്പോൾ അവൻ ആഗ്രഹമുണ്ട്, വേഗം അങ്ങോട്ട് കടക്കണം. അതിനു വേണ്ടിയിട്ടാ പറയുന്നത് ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകണം, വേഗം കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറഞ്ഞത്, ജനാസ കൊണ്ടുപോകുന്ന ആളുകൾ ജനാസയുമായി വേഗം നടക്കണം, എല്ലാം നടന്നാ പോരാ, കുറച്ച് വേഗത്തിലാണ് നടക്കേണ്ടത്. മനസ്സിലാക്കി. നമ്മളടിയിരുന്നും അങ്ങനല്ല, ജനാസ കൊണ്ട് നടക്കണാണ് വേഗം നടക്കണേ. കുറച്ച് വയസ്സന്മാരും കാരണന്മാരുണ്ടാവും പിന്നിൽ, എവിടുക്കാ കൊണ്ട് വണ്ടിട്ട് വെച്ചാൽ അവിടെ ഞങ്ങളാണ്ട് വെച്ചണ എന്നൊക്കെ പറയുന്ന കാരണന്മാർ നമ്മളടിയൊക്കെ ഉണ്ടാവാറുണ്ട്. വാസ്തവത്തിൽ അത് വേഗം കൊണ്ടുപോകണമെന്നാ. വേഗം കൊണ്ടുപോകാൻ പറഞ്ഞതിന്റെ കാരണതാ ഖദ്ദിമൂനി ഖദ്ദിമൂനി, അവൻ പറയാ ഇതൊന്ന് അങ്ങോട്ട് വേഗം എത്തിച്ചേരണമെന്ന്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഇവിടെ നിന്ന് അധ്വാനിച്ചു വല്ലതും ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ, നാട്ടിലേക്ക് അയച്ചു കൊടുത്താൽ നാം ഉദ്ദേശിച്ച രൂപത്തിലുള്ള, നാം ഉദ്ദേശിച്ച പ്ലാനിലുള്ള നല്ല ബിൽഡിങ്ങിന്റെ പണിയൊക്കെ അവിടെ പൂർത്തിയാക്കും. നമ്മൾ ആനയിക്കാൻ അവിടെ ആളുകളുണ്ടാവും. ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വല്ലതും ഉണ്ടാക്കി നാട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി വന്നവരാണ് നാം എന്ന ബോധം നമ്മളിൽ വന്നു. അത് നമ്മളിൽ ശരിക്കുണ്ടായ പിന്നെ ഒന്നും ഇവിടെ നമുക്ക് പ്രയാസമല്ല, ഒന്നും പ്രശ്നമല്ല. ഇവിടെ സഹാബത്ത് താബീങ്ങൾ അവരൊക്കെ നാം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് വിഷമങ്ങൾ അവരൊക്കെ സഹിച്ചു. ഈ വിഷമങ്ങളൊക്കെ സഹിച്ചതിന്റെ പിന്നിലുള്ളത് എന്തായിരുന്നു? എന്താണ് അവർക്ക് വിഷമമല്ലാതെ വന്നതിന്റെ കാരണം എന്നറിയാമോ സഹോദര? അവർ ചിന്തിച്ചു, നാം ഇവിടെ അധ്വാനിക്കുന്നതിന്റെ പിന്നിൽ വലിയ സംഖ്യ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ടെന്ന് ചിന്തിച്ചപ്പോൾ വിഷമം അവർക്ക് വിഷമമായി തോന്നിയില്ല. അതാ അവിടെ ഉണ്ടായത്. ബഹുമാനപ്പെട്ട സഹാബാ കിറാം അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചു നമുക്ക് കാണാം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു സഹിക്കേണ്ടി വരുമെന്ന്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങളെ സ്വദേശമാകുന്ന സ്വർഗത്തിലേക്ക് അങ്ങ് കടക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? വലമ്മായതിക്കും മസലുല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും, നിങ്ങളെ മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് വന്നതൊന്നും തന്നെ നിങ്ങൾക്ക് വരാതെ, മസ്സത്തുഹുമുൽ ബഅ്സാഉ വദ്ദറാഉ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നിങ്ങൾക്കുള്ള മുൻഗാമികൾ ഇവിടെ തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും വിഷമവും തരണം ചെയ്യാതെ ഇഷ്ടം പോലെ ആഡംബരത്തിലും ആർഭാടത്തിലും മാത്രം കഴിച്ചുകൂട്ടി ജീവിച്ചങ്ങ് മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അക്കാര്യം പ്രയാസമാണെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. പ്രയാസമുണ്ട്. എന്താ പറഞ്ഞത്? പ്രയാസം സഹിക്കാൻ തയ്യാറാവണമെന്ന് തന്നെ. ബഹുമാനപ്പെട്ട സഹാബാ കിറാമിന്റെ ചരിത്രങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർ സഹിച്ചു എന്ന് കാണാം. എന്തിന്റെ പേരിലായിരുന്നു ഇത്? അവരുടെ സ്വന്തം നാട്ടിലേക്കുള്ള കഷ്ടപ്പെട്ട അധ്വാനം അവർക്കൊരു വലിയ പ്രയാസമായി തോന്നിയിട്ടില്ല. അവരുടെ ശരീരത്തിൽ 70ഉം 80ഉം വെട്ടുകളും കുത്തുകളും കൊണ്ട ചരിത്രങ്ങൾ നിരവധി നമ്മളെ മുമ്പിലുണ്ട്. അതവർക്ക് വലിയ പ്രയാസമായി തോന്നിയില്ല. ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര് ഒരുപാട് കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നു. അതവർക്ക് വലുതായി തോന്നിയില്ല. കാരണം എന്ത്? ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു വലിയ
സംഖ്യ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട് എന്ന് ചിന്തിച്ചപ്പോൾ അതൊന്നും അവർക്ക് പ്രയാസമായി തോന്നിയില്ലെങ്കിൽ സഹോദരന്മാരും സഹോദരിമാരും ചിന്തിക്കണം. മുസ്ലിമീങ്ങളായി ഇവിടെ ജീവിക്കുന്ന കാലത്ത് നമുക്ക് ഇവിടെ ഫുൾ സ്വാതന്ത്ര്യമുള്ളവരല്ലെന്ന് തന്നെ മനസ്സിലാക്കണം. ഫുൾ സ്വാതന്ത്ര്യം നമുക്കുള്ളത് നമ്മുടെ സ്വന്തം നാട്ടിലാണ്. സ്വന്തം നാട് നമ്മളെ ഉമ്മയും ഉപ്പയും താമസിച്ചിരുന്ന സ്വർഗമാണ്. സ്വന്തം നാട്ടിൽ ചെന്ന് സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ കഷ്ടപ്പെട്ടു അധ്വാനിക്കുക തന്നെ വേണം. അധ്വാനിച്ച് കിട്ടുന്നത് ഇവിടെ നിന്ന് നഷ്ടപ്പെടുന്നത് നാം സൂക്ഷിക്കുകയും വേണം. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ മുമ്പിൽ വെക്കാം. സഹോദരീ സഹോദരന്മാര് മനസ്സിലാക്കണം, ഇന്ന് അധ്വാനങ്ങൾ കുറെയൊക്കെ നമ്മൾ അധ്വാനിക്കുന്നുണ്ടാവും. ഉദാഹരണത്തിന് പറയുന്നത് നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, കൊടുക്കേണ്ടവര് ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന ധൂർത്തടിക്കുന്ന ഫലമില്ലാതെയാക്കി തീർക്കുന്ന പ്രവർത്തികൾ അക്കൂടെയും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കുറെ അവയവങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട്. അതിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കുറെ നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റമദാൻ മാസം വന്നാൽ നോമ്പ് പിടിക്കുന്നുണ്ട്, കാര്യം അതൊക്കെ ശരിയാ. പക്ഷേ തിന്നുന്നതൊക്കെ എന്താണ്? ഹറാമാണ്. ഈ ഒരു നിലവാരത്തിൽ നിന്ന് നാം ഒന്ന് വിട്ടു നിൽക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഈ കിട്ടുന്ന പണിക്ക് കൂലി ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞത് തന്നെ സമ്മാഊനലി കെദിബി അക്കാലൂനലി സുഹ്തി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സമ്മാഊനലി കെദിബി നുണവല്ലാതെ കേൾക്കുന്നവരും അക്കാലൂനലി സുഹ്തി ഹറാമുമല്ലാതെ തിന്നുന്നവരുമെന്ന്. അക്കാല് സമ്മാ എന്ന് പറഞ്ഞാൽ ഫആലുസിനാണ്. ഫആല് എന്ന ഒതിന് കെസ്റത്തിന്റെ മയനാക്കാണെന്നാണ് ഇബ്നു മാലിക്കിന്റെ അൽഫിയിലുണ്ട്. ഫആലു ലഹു മിഫ്ആലു ലഹു ഫഅലു ബികസ്റത്തിൻ ഫായിലിൻ ബദീലു. ഒരു പാട് ഹറാമ് തിന്നുന്നവരൊരു സ്വഭാവം. ഈ ആളുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ ഒരിടത്ത് പറഞ്ഞു കാണാം. ഉലൈകല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും. അവരെ ഹൃദയം നന്നാക്കാൻ, അവരെ ഹൃദയം ക്ലീൻ ചെയ്യാൻ അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒരു തരം താഴ്ന്ന വിഭാഗമാണ് അവരെന്ന് പറഞ്ഞിട്ട് ലഹും ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ. അവർക്ക് ഐഹിക ജീവിതത്തിൽ പലനിലക്കുള്ള അവഹേളനവുമുണ്ടെന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അവഹേളനത്തിന്റെ ആളുകളായി നമ്മൾ ഇന്ന് മാറിയിരിക്കുന്നു സഹോദരന്മാരെ. ഫലസ്തീനിലേക്ക് അങ്ങോട്ട് നോക്കിയാലും അവഹേളനമാണ്, ബോസ്നിയയിലേക്ക് അങ്ങോട്ട് നോക്കിയാൽ അവഹേളനമാണ്. ഇതുപോലെ തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നമ്മളെ സ്വന്തം മുറ്റത്തേക്ക് നോക്കുമ്പോഴും അവഹേളനത്തിന്റെ ആളുകളായി മാറിയെങ്കിൽ അക്കാലൂനലി സുഹ്തി ഹറാമ് തിന്നികളാണ് അവര്. അവർക്ക് ലഹും ഖിസ്യും ഫിൽ ഹയാത്തി ദുനിയ. ഈ ദുനിയാവിൽ തന്നെ അവർക്ക് അവഹേളനമുണ്ട്. അവരെ ഹൃദയം നന്നാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മളിലുണ്ട്. നല്ല ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ കൂടെ ഈ വൃത്തികേട് ഇത് എങ്ങോട്ടെത്തിക്കുന്നത് നിങ്ങള്? ഇതിന്റെ പിന്നിൽ വരുന്ന തകരാറ് കുല്ലു ലഹമിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. കുല്ലു ലഹമിൻ നബത മിൻ സുഹ്തിൻ, ഹറാമിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന ഏതൊരു മാംസവും ഫന്നാറു ഔലാ ബിഹി, അതുമായി വളരെ അടുത്തതും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നരകമാണ്. ഹറാമ് തിന്നിട്ട് നമ്മളെ ശരീരത്തിൽ ഉണ്ടായിത്തീരുന്ന മാംസം, മജ്ജ, രക്തം തുടങ്ങിയ എല്ലാം നരകവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടത് എന്നും ഹറാമായ ഭക്ഷണങ്ങൾ മാതാപിതാക്കളാവുന്ന നമ്മൾ കഴിച്ചിട്ട് അതിൽ നമുക്ക് രക്തമുണ്ടായി, ആ രക്തത്തിൽ നിന്ന് നമുക്ക് ശുക്ലമുണ്ടായി, അതിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടായാൽ ആ സന്താനങ്ങൾ ഹറാമിൽ നിന്നുണ്ടായവരാകുമ്പോൾ അവർ നരകവുമായിട്ടാണ് കൂടുതൽ അടുത്തതും ബന്ധപ്പെട്ടത് എന്നും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ ഹറാമ് തിന്നുക എന്നത് എല്ലാ നാശത്തിലേക്കും ഇന്ന് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഹറാമ് തിന്നാത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിൽ വളരെ കുറഞ്ഞിരിക്കും. കാരണം ഒന്നുമില്ലെങ്കിൽ അവനിക്ക്, യാതൊന്നുമില്ലെങ്കിൽ തൽക്കാലം അവനിക്കൊരു കുറി കൂടുതലുണ്ട്. ഇപ്പോ എല്ലാ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഒരു കുറി, ചീപാത്രത്തിന്റെ കുറി, മേശന്റെ കുറി, കട്ടിന്റെ കുറി, ചൂലിന്റെ കുറി, എല്ലാത്തിനും കുറിയാ. ഷർട്ടിന്റെ കുറി, തുണിന്റെ കുറി, ഇസ്തിരിപ്പെട്ടിന്റെ കുറി. ഈ കുറി വെച്ചാൽ എന്താന്ന് കിട്ടിയാ പിന്നെ കൊടുക്കണ്ട. അതാ കുറിന്റെ പ്രത്യേകത. ഒരു 5 ഉറുപ്പ്യ കുറിയിലാണ്ട് കൂടി ആ നറുക്കെടുക്കുമ്പോ 37 ഇസ്തിരിപ്പെട്ടി കിട്ടിയാ പിന്നെ അതിന് വെക്കണ്ട. നല്ല ലാഭമുള്ള കച്ചവട. പച്ച ഹറാം. ആ ഇസ്തിരിപ്പെട്ടി കൊണ്ട് തേച്ചിട്ടാ നമ്മളും കുട്ടികളും പെണ്ണുങ്ങളും വ്യാപടിയൊക്കെ നല്ലപോലെ മിനിക്ക് നടക്കണമല്ലേ. ഒന്ന്, ആ കട്ടില നമ്മൾ കിടക്കുന്നത് പുയ്യാപ്പളിയും പുരിയൊന്നും മകനും മകളും ഒക്കെ കിടക്കുന്ന കട്ടിലാണ്. ആ മേശയിലാണ് നമ്മളെ മുസാഹിബ് സൂക്ഷിക്കുന്നതും. ആ മേശയില അച്ചൂലുകൊണ്ടാണ് നമ്മൾ അടിച്ചു വരുന്നത്. മുഴുവൻ ഒന്നിനും പറ്റാത്ത ഇസ്ലാം വിരോധിച്ച വൃത്തികെട്ട പണി അല്ലേ.
ഒന്നങ്ങനെ ചിന്തിച്ചു നോക്ക്. വേറൊന്നും അതൊന്നുമില്ലാത്തവർക്ക് ഒരു ജീപ്പോ അല്ലെങ്കിൽ ഒരു കാറോ അല്ലെങ്കിൽ ഒരു ലോറിയോ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് അതൊരു ഇൻഷൂർ. എന്താ ഇതിന്റെ ഹാല്? അതിന്റെ ഒക്കെ ഹാല് ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ സ്ഥിതി എവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ചുരുക്കം ചില സൂചനകൾ മാത്രം നിങ്ങളെ മുമ്പിൽ വെക്കുന്നേ ഉള്ളൂ. ചിന്തിക്കും നിങ്ങൾ. ലോറി ഫുൾ കവർ ഇൻഷൂറും അല്ലാത്ത ഇൻഷൂറും ഒക്കെ ഉണ്ട്. എങ്ങനെ ആവട്ടെ, ഒരു ഇൻഷൂർ അങ്ങ് നടത്തിയാൽ ഈ ലോറിയും ഒരു കാറും കൂടി എവിടെങ്കിലും വെച്ചൊന്ന് വരച്ചിട്ട് ഒരു 50 പൈസയുടെ പൈൻ്റ് അയിന്ന് ഇറങ്ങിയാൽ മതി. എന്നാ പിന്നെ ഇൻഷൂറിൽ നിന്ന് ഒരു 25,000 50,000 30,000 വാക്കാൻ കുറച്ച് കൈക്കൂലി കൊടുത്തുണ്ടാക്കുന്ന ഒരു പരിപാടി ഈ നിലയ്ക്ക് വെച്ചതിന്റെ ഇരട്ടി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് വാങ്ങുന്ന സമ്പ്രദായമുള്ള ഈ വൃത്തികേട്, ഇതൊക്കെ ഹറാം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താനി ഫജ്തനിബൂ. കള്ളും അതുപോലെ തന്നെ ചൂതുകളിയും അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണവും, ഭാഗ്യം പരീക്ഷിക്കലാണ് ഇപ്പൊ ഈ പരിപാടിയൊക്കെ, അതൊക്കെ റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ വൃത്തിഹീനമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഫജ്തനിബൂ, നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കണം, ഒഴിഞ്ഞു നിൽക്കണം. ഖാലല്ലാഹു അസ്സ വജൽ. ഇത് തിന്നാ നമ്മളല്ലേ? പലിശയുടെ ഹാല് പറയേണ്ട. സുബ്ഹാനല്ലാഹ്. പലിശ വാങ്ങാനും കൊടുക്കാനും എല്ലാറ്റിനും നമ്മൾ തയ്യാറുണ്ട്. മാത്രമല്ല പലിശയായിട്ട് ബന്ധപ്പെടാതെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ വരിക. ഇപ്പൊ ഒരു കാര്യം, എനിക്കെന്താ പണി? കിണറ്റിന്റെ പണിയുണ്ടോ? കിണറ്റിന്റെ പണിയുണ്ട്. വീടിന്റെ പണിയുണ്ടോ? ഇപ്പൊ 20,000 ഇപ്പൊ കിട്ടാൻ വഴിയുണ്ടെന്ന് എഴുതി കൊടുത്താൽ മതി, ചില്ലറ പലിശ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ച് ആളുകൾ അതിന് സാക്ഷി നിൽക്കാനും അതിന് എഴുതാനും അതിന് റെക്കോർഡ് തയ്യാറാക്കാനും ഈ ഒന്നും അറിയണ്ട, കുറച്ച് ചില്ലറ കാശ് ചെലവാക്കിയാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങളായിക്കോളാം എന്ന് പറയുന്ന കുറച്ച് ആളുകൾ. അതും ഇവൻ ഇത് തിന്നുന്നു, മറ്റവൻ തീറ്റിപ്പിക്കുന്നു, മറ്റവൻ റിക്കാർഡാക്കുന്നു, മറ്റവൻ അതിന് സഹായിക്കുന്നു. സർവ്വം അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചവരാണ്. മുഴുവൻ ഹറാം. ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ തിന്നുന്നത് മുഴുവൻ ഹറാമാകുന്ന ഒരവസ്ഥ. ഹറാമ് തിന്നുക എന്ന് പറഞ്ഞാൽ കുറച്ചല്ല, ധാരാളം തിന്നുന്ന കൗം. ഇങ്ങനത്തെ ഒരു നിലവാരം നമ്മളിൽ വന്നാൽ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഹും ഖിസ്യും ഫിൽ ഹയാത്തി ദുനിയ. ദുനിയാവിൽ തന്നെ അവർക്ക് അവഹേളനമാണ്. ദുനിയാവിൽ അവഹേളനുണ്ട്. എവിടെ നോക്കിയാലും നമ്മുടെ സമുദായത്തിന് അവഹേളനം കാണാം. കാരണം നമ്മൾ ഉണ്ടാക്കി തീർത്തു. സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്തി. സൂക്ഷിക്കണം. എന്തിനാ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ദുനിയാവിൽ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴേ കുറച്ചൊക്കെ നമുക്ക് എന്തുണ്ടാവും, എങ്ങനെങ്കിലും ഒന്നും ജീവിച്ചാൽ പോരാ. എന്തുകൊണ്ട്? ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ സ്വന്തം നാട്ടിൽ ചെന്ന് സുഖമായി ജീവിക്കലാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അവയവങ്ങൾ, നമുക്ക് തന്ന വയറ്, നമ്മുടെ വായ, നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവിട്, നമ്മുടെ മൂക്ക്, ഇതിലൊക്കെ ഒരു അതിരുണ്ട്, ഒരു വരമ്പുണ്ട്. അതുവരെ പോകാൻ പാടുള്ളൂ. ും അതുകൊണ്ട് കുറെ ജോലി ചെയ്യുമ്പോൾ ക്ഷീണമുണ്ടെങ്കിലും മനുഷ്യ ശരീരത്തിൽ ക്ഷീണമില്ലാത്തൊരവയവം മനുഷ്യന്റെ നാവാണ്. 24 മണിക്കൂർ പ്രസംഗിച്ചാലും നാവ് കടഞ്ഞിട്ട് പ്രസംഗം നിർത്തേണ്ടി വരാറില്ല. കൊല്ലി അടച്ചിട്ടൊന്നും അല്ലെങ്കിൽ നെഞ്ചുവേദനയായിട്ട് നിർത്താന്നല്ലാതെ നാവ് കടഞ്ഞിട്ട് പ്രസംഗം നിർത്തേണ്ടി വന്നു എന്നാരും പറയാറില്ല. കാരണം മൂപ്പർക്ക് യാതൊരു ക്ഷീണവുമില്ല. അതാ നാവ്. വല്ലാത്തൊരവയവം. ആ നാവില്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഇതിന്റെ മുമ്പ് നിങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്. പിന്നെയാന്നില്ലേ, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. മാത്രമല്ല ചിന്തിച്ചു നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിൽ നമുക്ക് തന്ന എന്തെല്ലാം ഗുണങ്ങളുണ്ട്. ആ വലിയ ഗുണത്തെക്കുറിച്ച് നാം ശരിക്ക് പരിശോധിച്ചു നോക്കിയാൽ ആ നാവ് ഏറ്റവും വലിയ ഗുണമുണ്ടാക്കാനും ഏറ്റവും വലിയ വൃത്തികേടുണ്ടാക്കാനും പറ്റുന്ന സാധനമാണ്. മറ്റവയവങ്ങൾക്കൊന്നുമില്ലാത്തൊരു പാടിക്കായുണ്ട്. കണ്ണിന് എന്തിനേ പറ്റൂ? നേരമുള്ളതൊക്കെ കാണാൻ പറ്റൂ, അല്ലേ? കയ്യിലുള്ളൊരു സാധനം പിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ ചെവിടിന് ശബ്ദം കേൾക്കാൻ കഴിയും. അതൊക്കെ ഉള്ളതേ അതുകൊണ്ടൊക്കെ പറ്റൂ. വർണ്ണമില്ല ഇല്ലാത്തൊന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അതുപോലെ ശബ്ദം ചെവിടുകൊണ്ട് കേൾക്കാൻ കഴിയും, വേറൊന്നും കേൾക്കാൻ കഴിയില്ല. നാവിന് അങ്ങനല്ല. നാവിനുള്ളതും പറയാൻ കഴിയും, ഇല്ലാത്തതും പറയാൻ കഴിയും, അല്ലേ? നാവിന്റെ പ്രത്യേകത ഉണ്ടാവാത്തതും പറയാൻ കഴിയും, ഉണ്ടായിപ്പോയതും പറയാൻ കഴിയും. അങ്ങനെയൊക്കെ നാവിന് പ്രത്യേകത ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒന്ന്, നാവിനെ സൂക്ഷിച്ചതുപോലെ വേറൊരു അവയവം അന്നത്ര കഠിനമായി കർശനമായി സൂക്ഷിച്ച അവയവം വേറല്ല. 2 റൂമിന്റെ ഉള്ളിലിട്ട് പൂട്ടിയ സാധന നാവ്, അല്ലേ? നല്ലോന്ന് പിടിച്ചു വെക്കാം. 2 പല്ലിന്റെ സെറ്റും ചെണ്ടൂടി പിടിച്ചു നോക്കും, തണ്ടുകൂടി തുറന്നു നോക്കാം. നേരെ മൂപ്പർക്ക് പുറത്തു തരാൻ പറ്റുള്ളൂ, അല്ലേ? വേറെ കണ്ണ് നോക്കി അങ്ങാന്നില്ല. കണ്ണ് മേലെന്ന് ഷട്ടർ ഇങ്ങോട്ട് ആത്താനുണ്ട്, ഇവിടുന്ന് നാൾ ഒന്നിക്കാനുണ്ട്. രണ്ടുകൂടി കൂടി ആ 1ന്റെ ഉള്ളിലാ മൂപ്പർ നിൽക്കുന്നത്. നാവ് നിൽക്കുന്നത് 2ന്റെ ഉള്ളിലാ. 2 റൂം ഭദ്രമായി സൂക്ഷിച്ചൊരവയവം നാവാണ്.
ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരിക്കലും ഒരാൾ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സരമറാന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. അങ്ങനത്തെ ചില മനുഷ്യന്മാര് നമ്മളെ ഓർത്തുണ്ടല്ലോ. രാവിലെ ചായക്കടയിൽ കണ്ടു വന്ന അപ്പം തുടങ്ങിയ സംസാരം രാത്രി 12:30 മണി വരെ പറയുന്ന ഒരു ഓപില്ലേ. ഇതുപോലെ റസൂലുള്ളാഹിന്റെ അകത്തിൽ വന്നിട്ട് ഒരാൾ ഇങ്ങനെ സരമറാച്ചിട്ട് പറയുന്നേ. അവർ റസൂൽ ചോദിച്ചു, കം ദൂന ലിസാനിക മിൻ ഹിജാബ്, എടോ എന്റെ നാവിന് എത്ര മാറണ്ടോ എന്ന് ചോദിച്ചു. അയാൾ അല്പം ബുദ്ധിമാനാ, പെട്ടെന്ന് വന്ന് 2 മാറണ്ടേ നബിയെ എന്ന് പറഞ്ഞു. എന്താ? ഒന്ന് പല്ലിന്റെ 2 സെറ്റും 2 ചുണ്ടും രണ്ടും കൂടി കൂട്ടിപ്പിടിച്ചാൽ 2 റൂമിന്റെ ഉള്ളിലാണ് എന്റെ നാവ് നിൽക്കുന്നത്. അപ്പൊ റസൂൽ പറഞ്ഞു, ഇത്തരം 2 റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ അടച്ച് ഭദ്രമാക്കി സൂക്ഷിച്ചതിന്റെ താല്പര്യം എനിക്ക് മനസ്സിലായോ? ആവശ്യമുള്ള സമയത്ത് മാത്രമേ അതിനെ പുറത്തോട്ട് എടുത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് മനസ്സിലാക്കി ഇവിടെ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയ ആളുകൾ, അതിൽ ഏറ്റവും വലിയ മഹാൻ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ആ നാവ് പുറത്തോട്ട് വരുന്ന കാര്യം വളരെ സൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും തന്റെ വായിൽ ഒരു കല്ല് സൂക്ഷിച്ചിരുന്നു എന്ന് കാണാം. വല്ലതും സംസാരിക്കേണ്ട സമയം വരുമ്പോൾ ആ കല്ല് എടുത്തു സംസാരിക്കും. അപ്പോ ഉമർ ഫാറൂഖ് ചോദിച്ചു, അതല്ല ബഹുമാനപ്പെട്ടവർ എന്താ ഇപ്പൊ ഈ വായിലൊരു കല്ലിട്ടുകൂടി കിടക്കണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ആവശ്യമില്ലാതെ കണ്ടെന്റെ നാവ് പുറത്തോട്ട് വരാതിരിക്കാൻ, അത്യാവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് മാത്രം അതിനെ പുറത്തോട്ട് വരുത്താൻ. വായിലൊരു കല്ലിട്ടാ മൂപ്പർക്ക് വല്ലപ്പോഴും ഉദ്ദേശിക്കുമ്പോഴൊക്കെ പുറത്തു വരാൻ പറ്റൂല. ആ കല്ലിങ് എടുത്തു കൊടുത്തെങ്കിലേ പുറത്തു വരാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ ആ കല്ലിങ് ഒഴിവാക്കും. അപ്പോഴേ ആ നാവിന് പുറത്തു വരാൻ പറ്റൂ. അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ വായിലൊരു കല്ല് സൂക്ഷിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുക്കുന്നു. മനസ്സിലാക്കണം. അതുമല്ല, ഒരവസരം ഇതേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്നെ തന്റെ നാവ് പിടിച്ച് വലിച്ച് വേദനപ്പെടുത്തുന്നു. ഇത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാണുന്നു. മഹാനായ ഉമർ ഫാറൂഖ് ചോദിക്കുന്നു, അതല്ല ബഹുമാനപ്പെട്ടവരെ, എന്തിനാണ് ഈ നാവിനെ നിങ്ങൾ പിടിച്ചു വലിച്ച് വേദനിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉമർ ഫാറൂഖിനോട് പറഞ്ഞ മറുപടി, സർവനാശങ്ങളിലേക്കും എന്നെ കൊണ്ടുപോകുന്ന സാധനം ഈ നാവാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെ വേദനിപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല മറുപടി പറയുന്നു. അപ്പോ വളരെ മഹാന്മാരായ ആളുകൾ, ഇവിടെ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം ശരിക്കും മനസ്സിലാക്കിയ ആളുകൾ സൂക്ഷിച്ചിരുന്ന അവയവം ഈ നാവാണ്. വല്ലാത്തൊരു സാധനം എന്ന് പറയാൻ കാരണമുണ്ട്, പല കാരണങ്ങളുണ്ട്. ഈ നാവ് കൊണ്ട് ചില്ലറ ചില കാര്യങ്ങൾ അങ്ങ് ഉരുവിട്ടാൽ ആകെ ബാത്തിലാവും. ആ ചെയ്ത അവരൊക്കെ ബാത്തിലാവും. 1-2 വാക്ക് പറഞ്ഞാൽ മതി. അതുപോലെ ചെയ്തു പോയ പാപങ്ങൾ എന്തൊക്കെയുണ്ടോ ആ പാപങ്ങൾ മുഴുവൻ ഈ നാവ് കൊണ്ട് ചിലതങ്ങ് ഉരുവിട്ടാൽ അത് പൊറുക്കപ്പെട്ടു പോവും. അങ്ങനെയുണ്ട്. അപ്പൊ അവയവങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല അവയവം ഏതാന്ന് ചോദിച്ചാൽ നാവ്. അവയവങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ടത് ഏതാന്ന് വെച്ചാൽ നാവ്. എല്ലാം നാവ് തന്നെ. അതാ ലുഖ്മാൻ ഹക്കീം എനിക്ക് മകൻ പഠിപ്പിച്ചു കൊടുത്തു. മകനെ ലുഖ്മാൻ ഹക്കീം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാ എല്ലാത്തിനും പറ്റിയ നല്ല സാധനം നാവ്, വൃത്തികെട്ടതും നാവ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശം പടക്കുന്നതിന് മുമ്പ് ഇതിനപ്പം നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ദൂർത്തടിച്ച് ഫലപ്പെടാതെയാക്കി കളയുന്ന പ്രവൃത്തിയുണ്ട് എന്നല്ലേ. ആകാശം പടക്കുന്നതിന് മുമ്പ് അല്ലാഹു 7 വലിയ മലക്കുകളെ പടച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അങ്ങനെ 7 ആകാശം പടച്ചതിന് ശേഷം ആ മലക്കുകളെ ഓരോ ആകാശത്തിൽ ഓരോ മലക്കുകളെ നിശ്ചയിച്ചിട്ട് ആ മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു ജോലിയുണ്ട്. ആ ജോലി എന്താ? ഇവിടെ വെച്ച് മനുഷ്യരാകുന്ന നാം ചെയ്യുന്ന എല്ലാ അമലുകളും എല്ലാ വാക്കുകളും ദിവസേന റെക്കോർഡാക്കി, ആ റെക്കോർഡാക്കിയ അമൽ ഇവിടെ നിന്ന് 1-ാം ആകാശത്തേക്ക് മലക്കുകൾ വഴിയായി കൊണ്ട് മേൽപോട്ടങ്ങ് കയറ്റുന്ന സമയത്ത് ആദ്യമായി ആ നിശ്ചയിച്ച വലിയ മലക്കിന്റെ അരികിൽ കൊണ്ടുപോയിട്ട് റെക്കോർഡ് ഏൽപ്പിക്കണം. ആ മലക്കിന് അല്ലാഹു തആല കൊടുത്ത ജോലി, ആ മലക്കതിൽ പരിശോധിക്കുന്നത് ഇന്നത്തെ പ്രവൃത്തിയിൽ ഇന്നത്തെ വാക്കിൽ ഇവൻ വല്ല കളവും പറഞ്ഞത് റെക്കോർഡുണ്ടോ എന്നാണ്. കളവ് പറയുക എന്നത് എവിടെ കൊണ്ടുവരുന്നതാ? നാവ് കൊണ്ടുവരുന്നതല്ലേ. നോക്ക്, കളവ് പറഞ്ഞത് റെക്കോർഡാക്കപ്പെട്ടു കണ്ടാൽ ആ മലക്ക് അന്ന് ചെയ്ത അമലിന്റെ റെക്കോർഡ് 2-ാം ആകാശത്തിലെ മലക്കിലേക്ക് ഉയർത്താതെ കണ്ട് അത് ചുരുട്ടി മടക്കിയിട്ട് താഴോട്ട് തന്നെ എറിയുന്നു. അതല്ല, കളവ് അതിലില്ല എന്ന് കണ്ടാലോ 2-ാം ആകാശത്തിലെ മലക്കിലേക്ക് അതിനെ ഉയർത്തുന്നു. 2-ാം ആകാശത്തിലുള്ള മലക്ക് പരിശോധിക്കുന്നത് എന്താ? കളവുണ്ടോ എന്ന് മൂപ്പർക്ക് നോക്കണ്ട, അതിന്റെ ആള് ആദ്യത്തെ മലക്ക. 2-ാം ആകാശത്തിലെ മലക്ക് നോക്കുന്നത് ഇന്ന് ഇവൻ കള്ളസത്യം വല്ലതും ചെയ്തതുണ്ടോ എന്നാണ്. അത് നാവ് കൊണ്ടുണ്ടാകുന്ന വിപത്താണ്. കള്ളസത്യം ചെയ്തതുണ്ട് എന്ന് ആ മലക്കറിഞ്ഞാൽ അത് ചുരുട്ടി മലക്ക് ഇങ്ങോട്ട് എറിയുന്നു, ഇല്ലെങ്കിൽ 3-ാം ആകാശത്തിലെ മലക്കിലേക്ക് എത്തിക്കുന്നു. ആ മലക്ക് പരിശോധിക്കുന്നു ഇന്നത്തെ ദിവസം ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ, പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു.
പരദൂഷണമുണ്ടെന്നറിഞ്ഞാൽ ആ മലക്കതിനെ തിരിച്ചയക്കുന്നു, ഇല്ലെങ്കിൽ നാലാനാകാശത്തിലെ മലക്കിലേക്ക് വിടുന്നു. ഇങ്ങനെ 7 ആകാശത്തിലുള്ള മലക്കുകളും അവന്റെ നാവുകളെ കൊണ്ട് ചെയ്ത തെറ്റുകൾ ഓരോ ദിവസവും പരിശോധിച്ചിട്ട് 7 തെറ്റുകളും ആ നാവ് കൊണ്ട് ചെയ്തതില്ലെന്നറിഞ്ഞെങ്കിൽ മാത്രമാണ് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ അരികിലേക്ക് അതിനെത്തിക്കുന്നത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ചെയ്ത ഇബാദത്തുകളിൽ, ചെയ്ത അമലുകളിൽ ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിനതൊക്കറിയാം. അങ്ങനെ 7 മലക്കുകൾ എല്ലാ പരിശോധനയും കഴിഞ്ഞ് ആ പരിശോധനകൾ മുഴുവൻ നടക്കുന്നത് നാവ് കൊണ്ട് നടന്ന വാക്കുകളെ കുറിച്ചാണ്. അതൊന്നുമില്ലെന്ന് കണ്ടാൽ അള്ളാഹുലേക്ക് അതിനടുപ്പിക്കുന്നു പടച്ച തമ്പുരാൻ. അവൻ നീ ചെയ്തതിലും പറഞ്ഞതിലും അവനിക്ക് ഇഖ്ലാസ് ഉണ്ടോ എന്നറിയുന്ന റബ്ബ് ഇഖ്ലാസ് ഇല്ലെന്നറിഞ്ഞാൽ അതിനെ തള്ളുന്നു, അല്ലെങ്കിൽ റബ്ബ് അതിനെ സ്വീകരിക്കുന്നു എന്ന് വരുമ്പോൾ നമ്മുടെ നാവ് കൊണ്ടുണ്ടായിത്തീരുന്ന കളവ് പറയലും കള്ളസത്യം ചെയ്യലും ശപിക്കലും അതുപോലെ ഗീബത്ത് നമീമത്ത് പോലുള്ള ഈ വൃത്തികേടുകളെല്ലാം നാം ചെയ്യുന്ന അമലുകളെ വാസ്തവത്തിൽ അന്ന് ചെയ്ത അമലുകൾ മുഴുവൻ നമുക്ക് ഫലപ്പെടാതെയാക്കുന്നു. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു വിഭാഗം മകൻ എന്ന് പറഞ്ഞത് വാപ്പായുടെ മകൻ അധ്വാനിച്ച് കിട്ടുന്ന മുഴുവൻ അവിടെ നിന്ന് ദൂർത്തടിക്കുന്ന വിഭാഗത്തിൽ ഇവൻ പെടുന്നു. ഇവൻ സ്വന്തം നാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവനെ സ്വീകരിക്കാനാളില്ല, അവൻ ആനയിച്ചു കൊണ്ടുപോവാനാളില്ല. മാത്രമല്ല അവനോട് വെറുപ്പ് പിടിച്ച് അവനെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോവാനാണ് ആളുകൾ തയ്യാറായിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മനസ്സിലാക്കും. ദൂർത്തടിക്കുന്ന അമൽ കുറെ ചെയ്തതുകൊണ്ടായില്ല, ആ ചെയ്യുന്നതൊക്കെ ദൂർത്തടിക്കുക. നമ്മളൊക്കെ സ്വഭാവം പല അല്ലേ? നാവ് കൊണ്ട് ഒരു മാർഗമില്ലെങ്കിൽ അന്യന്റെ മാംസം കുത്തിരുന്ന് തിന്ന, അതാപ്പ നമുക്കുള്ള പണി. റമളാ മാസത്തിലൊക്കെ ഇപ്പൊ നല്ലൊരു ഒഴിവുണ്ടാവും. ചിലപ്പോ റമളാ മാസത്തിൽ എവിടെങ്കിലുമൊക്കെ ചായക്കടകളുള്ളതൊക്കെ കാര്യാക്കി പൂട്ടിയിട്ട് 1 or 2 ബെഞ്ച് ഒഴിവുണ്ടെങ്കിൽ ആ ബെഞ്ചിന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാലിന്റെ മേലെ കാലും വെച്ച് വൈകുന്നേരം അങ്ങാടിയിലേക്ക് വരുന്ന ആളുകളെയും ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകളെയും പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമ്പ്രദായമൊന്നും നമ്മളീ കുറവല്ല. ഈ പരദൂഷണം പറയാതെ ഇബത്ത് പറയാന്നൊക്കെ പറയുമ്പോൾ നമ്മളിൽ ചിലർക്കൊരു ധാരണയുണ്ട്. അതൊക്കെ എന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ പറ്റി ഇല്ലാത്തത് ഇങ്ങനെ കുത്തിരുന്ന് പറയലാണ് എന്നൊക്കെ. അങ്ങനൊന്നും അല്ല ഈ പരദൂഷണം എന്ന് പറഞ്ഞാൽ. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോടൊക്കെ ചോദിച്ചതാ, അതദറൂന മൽ ഗൈബ, സഹാബാക്കളെ എന്താ ഈ പരദൂഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ അത് എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറയുന്നു, അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹ്ക്ക് റസൂൽ അറിയാം, ഞങ്ങൾക്കിപ്പോ എങ്ങനെയാ അത് വേണ്ടത്ര അറിയില്ലല്ലോ, അവർക്കല്ലേ അതറിയാ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഗീബത്ത് എന്ന് പറഞ്ഞാൽ അൻ തദ്കുറ അഖാക മാ യക്റഹു ഖാല റസൂലുള്ളാഹി, നിന്റെ സഹോദരനെ സംബന്ധിച്ച് അവനിക്ക് വെറുപ്പുള്ളത് നീ പറയലാണെന്ന് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുന്നു. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് അവനിലുള്ളത് തന്നെ പറയൽ അവനിക്ക് വെറുപ്പുള്ളതാണെങ്കിൽ ആ പറയൽ ഗീബത്താണ്. അവനില്ലാത്തത് പറയൽ അവന്റെ മേൽ കളവ് പറയലാണ്. ഉള്ളത് ഇല്ലാത്തത് എന്നതിനർത്ഥമില്ല. ഏതായിരുന്നാലും അവർക്ക് വെറുപ്പുള്ള എന്തെങ്കിലും കാര്യം ഒരു മൂമിനെ പറ്റി പറയുന്നുവെങ്കിൽ അത് ഗീബത്താണെന്നും ആ ഗീബത്ത് പറയൽ അവന്റെ പച്ച മാംസം തിന്നുന്നതിനോട് തുല്യമാണെന്നും നിങ്ങൾ ആലോചിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖും സഹാബത്തും കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് ഒരവസരം വല്ലാത്തൊരു ദുർഗന്ധം വരുന്നു. ആ ദുർഗന്ധം വരുമ്പോൾ എല്ലാവരും മൂക്ക് പിടിക്കുന്നു. എവിടെന്നാ ഈ ദുർഗന്ധം വമിക്കുന്നത് എന്ന് ഞാൻ ആരാഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത് ആളുകൾക്കുള്ള മാംസം തിന്നുന്ന അഥവാ ഗീബത്ത് പറയുന്ന ആളുകൾക്കുള്ള വായനാറുന്ന നാറ്റമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ശരിക്കും നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗീബത്ത് പറയ മറ്റൊരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് അവനിക്ക് വെറുപ്പുള്ളത് പറയൽ അവന്റെ പച്ച മാംസം തിന്നുക എന്ന് പറഞ്ഞാൽ ശവമായിട്ടത് ചീഞ്ഞളിഞ്ഞ് മണം പിടിച്ച സമയത്ത് തിന്നുന്നതിനോട് തുല്യമാണെന്നും ആ ഭക്ഷിക്കുന്ന ആ മനുഷ്യന്റെ അഥവാ ഗീബത്ത് പറയുന്ന മനുഷ്യന്റെ വായിൽ മറ്റേ മൂമിനായ മനുഷ്യന്റെ മാംസം തിന്നുന്ന രക്തത്തിന്റെ കളറ് അവന്റെ വായിൽ വരെ ഉണ്ടെന്നും നബിയുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് സഹാബത്തിന് പറഞ്ഞേക്കുമ്പോൾ ഒരു പതിവുണ്ട്. കഴിവില്ലാത്ത സഹാബത്തുണ്ട്, അവർക്ക് ആയുധമില്ല, പോകാനുള്ള വാഹനമില്ല, ഭക്ഷണ സൗകര്യങ്ങളില്ല.
അങ്ങനത്തെ സഹാബത്ത് യുദ്ധത്തിന്റെ തന്ത്രമുള്ളവരായിരിക്കാം. അവരെ പറഞ്ഞേക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യല് കഴിവുള്ള രണ്ടാളുകൾക്ക് ഹാദിമായി ഒരാളെ കഴിവില്ലാത്ത ഒരാളെ നിശ്ചയിക്കും. എന്നാൽ ഇവരെ രണ്ടാളെ വാഹനത്തിലായി കൊണ്ട് കഴിവില്ലാത്ത ഇദ്ദേഹത്തിന് പോകാം. ആയുധം അവരെ കൈവശമുണ്ടാകും, ഭക്ഷണം അവർക്ക് പാകം ചെയ്തു കൊടുത്താൽ മതിയാകും, ഭക്ഷണം അവരെ കൂട്ടത്തിൽ അങ്ങ് കഴിഞ്ഞുകൊള്ളും. ഈ പ്രകാരം രണ്ട് സഹാബത്തിന്റെ കൂടെ ഒരവസരം യുദ്ധത്തിന് പോകുമ്പോൾ അഷ്റഫുൽ ഖൽഖ് ഖാദിമാക്കി കൊടുത്ത ആളായിരുന്നു ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. പേർഷ്യക്കാരനായ സൽമാൻ എന്ന് പറയുന്ന ഒരു വലിയ യുദ്ധതന്ത്രജ്ഞനായിരുന്നു. ബഹുമാനപ്പെട്ടവർ യുദ്ധത്തിന് പോകേണ്ടതിന് വേണ്ടി രണ്ട് സഹാബാക്കളുടെ ഹാദിമായി അദ്ദേഹത്തിന് നിശ്ചയിച്ചു. യുദ്ധത്തിന് പോകാൻ അടുത്ത സമയത്ത് സൽമാൻ ഫാരിസിയോട് രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളിതാ ഒന്ന് പുറത്തു പോയിട്ട് വരാം, നമുക്ക് പോകാനുള്ള സാമഗ്രികളൊക്കെ നിങ്ങൾ തയ്യാറാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടാളും പുറത്തുപോയെങ്കിലും ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഭക്ഷണവും മറ്റും പാകം ചെയ്യാൻ മറന്നുപോയി. അദ്ദേഹം പെട്ടെന്നൊന്ന് കിടന്നുറങ്ങിപ്പോയി. യുദ്ധത്തിന് പോകാൻ അടുത്ത സമയത്ത് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ സൽമാൻ ഫാരിസി പറയുന്നു, ഭക്ഷണമൊന്നും പാകം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അത് ഗലബത്തിനായ എനിക്ക് വല്ലാതെ ഉറക്കം വന്ന് ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ഇനി എന്ത് മാർഗമുണ്ട്, ഭക്ഷണം പാകം ചെയ്യാൻ സമയമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവർ രണ്ടാളും സൽമാൻ ഫാരിസിയെ സഹാബത്തിൽ നിന്നുള്ള ചിലരരികിലേക്ക് ഭക്ഷണം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞേച്ചു. അദ്ദേഹം ചെന്നുകൊണ്ട് ചിലരോടൊക്കെ ഭക്ഷണം അന്വേഷിച്ചു നോക്കുമ്പോൾ ആരെ കൈവശവും ഭക്ഷണമില്ല. അവസാനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നുകൊണ്ട്, നബിയെ ഞാനിങ്ങനെ ഉറങ്ങിപ്പോയി, ഭക്ഷണമൊന്നും പാകം ചെയ്തിട്ടില്ല, ഇവിടെ വല്ല ഭക്ഷണവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് പറയുന്നു, എന്റെ മക്കൾ ഭക്ഷണം ഇവിടെ പാകം ചെയ്തൊന്നുമില്ല, വല്ലതുമുണ്ടെങ്കിൽ അത് ഉസാമത്താണ് സൂക്ഷിക്കുന്ന ആള്, അതുകൊണ്ട് ഉസാമത്തിനോടൊന്ന് അന്വേഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സൽമാൻ ഫാരിസി അങ്ങോട്ട് വിട്ടു. ബഹുമാനപ്പെട്ട ഉസാമത്ത് റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് സൽമാൻ ഫാരിസി വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉസാമത്ത് പറയുന്നു, വെള്ളമല്ലാത്ത യാതൊന്നും ഇവിടെ ഇല്ലെന്ന് ഉസാമത്ത് മറുപടി പറയും. ആ മറുപടി കേട്ടുകൊണ്ട് സൽമാൻ റളിയല്ലാഹു അൻഹു ഇവരെ രണ്ടാണ് അരികിലേക്ക് തിരിച്ചു വന്നു. അവർ ചോദിച്ചു, ഭക്ഷണം വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചു. ഒന്നും കിട്ടിയിട്ടില്ല. ആരോടൊക്കെ അന്വേഷിച്ചു. അവസാനം അഷ്റഫുൽ ഖൽഖിനോട് വരെ അന്വേഷിച്ചു. അഷ്റഫുൽ ഖൽഖിന്റെ കൈവശമില്ല. ഉസാമത്തിന്റെ അരികിലുണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ ഉസാമത്ത് അവിടെ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കേട്ടപ്പോൾ ഇവർ രണ്ടുപേരും എന്ത് പറഞ്ഞെന്നറിയോ, ഉസാമത്തിന്റെ അരികിലില്ലാത്തത് കൊണ്ടാവൂല, പക്ഷേ വലാകിന്നഹു ബഖിരാൻ, ഉസാമത്തിന്റെ പിഷ്കാണ്, ലുബ്ധതയാണ് എന്നൊരൊറ്റ വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതായിരുന്നാലും അതൊക്കെ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ ഹദറത്തിലേക്ക് അങ്ങ് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടാളെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, മാലി അറാ ഖുദ്റത്തൽ ലഹ്മി ഫീ അഫ്വാഹികുമാ ഖാല റസൂലുള്ളാഹി, നിങ്ങളെ രണ്ടാളെ വായിൽ പച്ച മാംസം തിന്ന കളർ ഞാൻ കാണുന്നുണ്ടല്ലോ, എവിടെന്നാണ് നിങ്ങൾ മാംസം ഭുജിച്ചത് എന്ന് ചോദിച്ച സമയത്ത് ഇവർ രണ്ടാളും പറയുന്നു, വല്ലാഹി മാ തനാവല്ലാ ശൈഅൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്കൊരു ഭക്ഷണം കിട്ടിയിട്ടില്ല, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് ഇവരോട് പറയുന്നു, അല്ലല്ല നരീതുമാ തൗകുലാനി റഹ്മാഖീകുമാ ഉസാമ, നിങ്ങളെ സഹോദരനാകുന്ന ഉസാമത്തിന്റെ മാംസം നിങ്ങൾ തിന്നുകൊണ്ടല്ലേ രണ്ടാളും വരുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ഒരൊറ്റ വാക്കാ പറഞ്ഞല്ലേ, ഇല്ലാത്തതുകൊണ്ടല്ല വാക്കയിൽ തരാവും, ഇത് ഉസാമത്തിന് തൃപ്തിയില്ലാത്ത വാക്കാ. അതുകൊണ്ട് ഉസാമത്തിന്റെ മാംസം തിന്ന, പച്ച മാംസം തിന്ന കളർ നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നു, വായിൽ ഞാൻ കാണുന്നു റസൂൽ പറയുമ്പോൾ ഗീബത്ത് പറയുന്നതിന്റെ നാശം, ആ വൃത്തികേട് പറയുന്ന നമ്മുടെ വായിലുണ്ട്. മനസ്സിലാക്ക്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയോ നമ്മള്, ഇതിനൊക്കെ പല കാരണങ്ങളുണ്ട്. ആ ഗീബത്തും ഏഷണിയും പരദൂഷണവും ഒക്കെ നമ്മളിൽ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ തകരാറ് വരുന്നത് ഹൃദയത്തിന്റെ കേടിൽ നിന്ന്. അതിന് രോഗമുണ്ട്, മനുഷ്യന്റെ ഹൃദയത്തിന്റെ രോഗമുണ്ട്. അതാണ് ഒന്നാമത്തെ രോഗമാണ് അസൂയ എന്ന് പറയുന്ന രോഗം. അൽ ഹസദു യൗകുലുൽ ഹസനാത്ത് കമാ യൗകുലുൻ നാറുൽ ഹതബ നബിയുനാ റസൂലുള്ളാഹി. അൽ ഹസദ്, അസൂയ എന്നത് മറ്റൊരു മനുഷ്യനിലുള്ള ഗുണം കണ്ടിട്ട് ഇവന് വെറുപ്പുണ്ടായാൽ അത് തന്നെ. വേറൊരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന നേട്ടങ്ങൾ കാണുമ്പോൾ അതിന്റെ പേര് ഇവനിക്ക് വെറുപ്പ് തോന്നൽ, അത് തന്നെ അസൂയ. അത് യൗകുലുൽ ഹസനാത്ത്, ഈ മനുഷ്യൻ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളെ മുഴുവൻ അത് നശിപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുന്നു. നല്ല എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു സാധനമാണ് അസൂയ എന്ന് പറയുന്ന രോഗം. എങ്ങനെ നശിപ്പിക്കും? കമാ യൗകുലുൻ നാറുൽ ഹതബ,
നല്ല ഉണങ്ങിയ വിറക് തീയിലേക്ക് അങ്ങ് വെച്ചു കൊടുത്താൽ ആ വിറകിനെ തീ നശിപ്പിക്കുന്നത് പോലെ മനുഷ്യന്മാരുടെ അസൂയ നല്ല കാര്യങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അസൂയയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു സാധനമാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടുണ്ടാകുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ആ ഗീബത്ത് പറയുന്നത് കൊണ്ട് പറയപ്പെട്ട വ്യക്തിക്കൊന്നും വരാൻ പോകുന്നില്ല, മറിച്ച് ഗീബത്ത് പറയപ്പെടുന്ന വ്യക്തിയിൽ വല്ല ദോഷങ്ങളുമുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ ഇല്ലാതെയാകുന്നതിന്റെ പുറമെ ഗീബത്ത് പറഞ്ഞ ഈ വ്യക്തിയുടെ ഗുണങ്ങൾ മുഴുവൻ അവരിലേക്ക് പാർസൽ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് കിട്ടുക. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാതെ ആക്ഷേപിച്ച് ഗീബത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാലത്തും എവിടെ ആളുകളുണ്ടാവും. ചില ആളുകളെ സംബന്ധിച്ച് ഏത് സമയത്തും ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കലേ തൊഴിലാക്കിയ ആളുകളുണ്ടല്ലോ. ഈ പ്രകാരത്തിൽ ഹസൻ ബസ്രിയെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞുകൊണ്ടേ ഒരാള് എപ്പോ നോക്കിയാലും മൂപ്പരെ പറ്റി കുറ്റേ പറയുള്ളൂ. അങ്ങനെ ഈ വിവരം ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു അറിഞ്ഞപ്പോൾ അവനെ ദേഷ്യം വെക്കുകയോ വെറുക്കുകയോ ശകാരിക്കുകയോ അല്ല ചെയ്തത്. ഹസൻ ബസ്രി എന്ത് ചെയ്തു എന്നറിയോ? ഒരു ദിവസം ഒരു പലഹാരം ഉണ്ടാക്കുന്ന ആളെ വിളിച്ചിട്ട് വലിയൊരു പാത്രം നിറച്ചിട്ട് നല്ല ഹൽവ ഉണ്ടാക്കാൻ പറഞ്ഞു. ഹൽവ ഉണ്ടാക്കിയിട്ട് പാത്രം നിറയെ ഹൽവ എന്ത് ചെയ്തു? ഒരാളെടുത്ത് കൊടുത്തയച്ചു. ആർക്കാണ് കൊടുത്തയച്ചത്? ഹസൻ ബസ്രിയെ ഗീബത്ത് പറഞ്ഞ് ഏത് സമയത്തും അദ്ദേഹത്തെ പറ്റി ആക്ഷേപിച്ച് പറയുന്ന ആൾക്കായി ഹൽവ കൊടുത്തയക്കുന്നത്. ആര് തന്നാന്ന് ചോദിച്ചാൽ ഹസൻ ബസ്രി തന്നാന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തയച്ചു. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രിയുടെ മക്കൾ നിന്ന് ഹൽവിയായിക്കൊണ്ട് ചുമട്ടുകാരൻ ചെന്നപ്പോൾ ആര് തന്നാന്ന് ചോദിച്ചു? ഹസൻ ബസ്രി ഒരു നിലക്കും അദ്ദേഹത്തിന് കൊടുക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത. കാരണം എപ്പോഴും ഹസൻ ബസ്രിന്റെ കുറ്റം പറയാനാ പണി. ഇതെങ്ങനെ ഹസൻ ബസ്രി തന്നു? ഏതായിരുന്നത് എങ്ങനെ തന്നു എന്നറിയില്ല. നിങ്ങളോട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു, തരാൻ വേണ്ടി പറഞ്ഞയച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ സ്വീകരിച്ചു. പിന്നെ ഇയാൾ അന്വേഷിക്കാൻ തുടങ്ങി, എന്താ ഹസൻ ബസ്രി എനിക്ക് ഹൽവ കൊടുത്തേക്കാൻ കാരണം? അവസാനം ഹസൻ ബസ്രിന്റെ മറുപടി ഒന്നുമല്ല, ഓൻ ചിലപ്പോ നിസ്കരിക്കലുണ്ട്, ഖുർആൻ ഓതലുണ്ട്, അതുപോലെ ചില്ലറ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് എന്ന് കേട്ടു. ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ എന്നും എനിക്കിങ്ങോട്ട് പാർസൽ ചെയ്യലാണ് എന്ന വിവരവും എനിക്ക് കിട്ടി. ആ പാർസൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതായത് ഈബത്താ. ഈ ഗീബത്താവുന്നത് പറയൽ കൊണ്ട് എനിക്ക് അവന്റെ ഗുണങ്ങളൊക്കെ പാർസൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ വകയായിട്ട് ഓണുണ്ടെങ്കിലും ഒന്ന് വേണ്ടേന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഹൽവ ഉണ്ടാക്കി കൊടുത്തയച്ചതാണ് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞതുപോലെ അതുകൊണ്ടുണ്ടാകുന്ന നാശം എന്തെന്ന് ചോദിച്ചാൽ ഗീബത്ത് പറയുന്ന നമ്മുടെ ഗുണങ്ങളൊക്കെ അങ്ങ് ഇല്ലാതെയാവല, അതുകൊണ്ട് വരുന്ന നാശം. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് കുറെ ആളുകൾ കുറെയൊക്കെ അധ്വാനിക്കും. ആ അധ്വാനിക്കുന്നൊക്കെ ഇവിടെ തന്നെ ദൂർത്തടിക്കും എന്ന് പറഞ്ഞ കൗബുലാപ്പ് ഇവര് പെടുന്നതെന്നർത്ഥം. ആര്? ഈ ഏഷണി ഗീബത്ത് പറയുന്ന, പരദൂഷണം പറയുന്ന, അസൂയ നിമിത്തം പലതും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ അതാണ്. എന്നല്ലാതെ അസൂയ കൊണ്ട് അസൂയ വ്യക്തപ്പെട്ട വ്യക്തികൾക്ക് ഒന്നും സംഭവിക്കൂല. ഹസൂദു ലാ യസൂദു എന്ന് സാധാരണ അറബികൾക്കൊരു വാക്കുണ്ട്. അസൂയാനു നേതാവാവില്ല. അസൂയ വെച്ചതുകൊണ്ട് യാതൊരു നേട്ടവും നമുക്ക് കിട്ടൂല എന്ന് മാത്രമല്ല, അസൂയ നമ്മെ നശിപ്പിക്കും. അങ്ങനെയാ ലോകത്ത് വന്ന പഴയ ചരിത്രങ്ങളൊക്കെ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. ഞാൻ ചരിത്രത്തിലേക്ക് കിടക്കല്ല. സഹോദരന്മാർ ചിന്തിക്കാൻ വേണ്ടി പറയുന്നു, നാം ഇവിടെ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം നാം ശരിക്കും മനസ്സിലാക്കുമ്പോൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ ആ ഉണ്ടാക്കുന്നത് ഇവിടെ നിന്ന് തന്നെ ദൂർത്തടിച്ച് നാളെ പരലോകത്തേക്ക് ഫലപ്പെടാത്തൊരവസ്ഥ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നത് സൂക്ഷിക്കാൻ വേണ്ടി ഈ കാര്യം ഞാനൊന്ന് ഉണർത്തിയെന്നുള്ളൂ. അതിനാദ്യമായി നമ്മൾ ചികിത്സിക്കേണ്ടത് നമ്മളെ ഹൃദയത്തിന്റെ രോഗമാകുന്ന അസൂയക്ക് ചികിത്സ ചെയ്യലാണ് ഒന്ന്. രണ്ടാമത്തൊന്ന്, നമ്മുടെ ഹൃദയത്തിൽ വന്നുകൂടുന്ന ഏറ്റവും വലിയ വൃത്തികെട്ട മറ്റൊരു മാരകമായ രോഗമാണ് കിബിർ, അഹംഭാവം. അഹംഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? കിബിർ എന്ന് പറഞ്ഞാൽ ബതറുൽ ഹഖ്, ഒന്ന് സത്യം മറച്ചു വെക്കുക. മറ്റുള്ള ആളുകളൊക്കെ നിസ്സാരമായി കാണാം. മൂപ്പരൊരു വലിയ ആള്, ബാക്കിയുള്ള ഉണ്ടാക്കുന്നു. അതേസമയത്ത് അല്ലാഹുവിന്റെ ദിക്ർ നിങ്ങളിൽ ഈമാനിനെ ഉണ്ടാക്കുന്നു. അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ നാവ് നാം ഉപയോഗിക്കുന്നത് നേരത്തെ വൃത്തികേടിൽ നിന്നൊക്കെ ഒഴിവാവണം എന്ന് പറഞ്ഞതുപോലെ കഴിയുന്നതും നല്ലതിൽ നമ്മുടെ നാവിനെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അല്ലാഹുവിന്റെ ദിക്റാണ്.
അതുകൊണ്ട് നാളെ പരലോകത്തിൽ നമുക്ക് ഉപകാരമുണ്ട് എന്നതിന്റെ പുറമെ ഈ ലോകത്ത് മനുഷ്യനെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കുന്നതും അത് തന്നെ, ഒട്ടും സംശയിക്കണ്ട. അള്ളാഹുവിന്റെ ദിക്റാണ് മനുഷ്യനെ വലിയ വലിയ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം, ആ യൂനുസ് നബി അലൈഹിസ്സലാം നീനുവ എന്ന് പറയുന്ന നാട്ടിലേക്ക് അള്ളാഹു റസൂലാക്കി അയച്ച നീനുവ എന്ന് പറയുന്ന നാട്ടിൽ യൂനുസ് നബി വന്നിട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ആളുകൾ ഇസ്ലാമിലേക്ക് വരാതെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിൽപ്പെട്ടവർ മാത്രം ചുരുക്കം ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ബാക്കിയുള്ള ആളുകൾ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ എതിർത്തപ്പോൾ യൂനുസ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്നെ കൊണ്ട് വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ആപത്താണ്. അള്ളാഹുവിനോട് യൂനുസ് നബി പറയുന്നു, വടച്ചോടെ ഞാൻ ഈ കൗമനെ ക്ഷണിച്ചു, അവരൊന്നും സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് എന്റെയും അവരുടെയും ഇടയ്ക്ക് നീ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് യൂനുസ് നബി അലൈഹി ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നു. അക്കാരണത്താൽ അള്ളാഹു അറിയിക്കുന്നു, നിങ്ങൾ പറഞ്ഞേക്കൂ അവരോട്, യൂനുസ് നബിയെ വിശ്വസിക്കാത്ത പക്ഷം നാളെ നിങ്ങളുടെ ശരീരത്തിന് തരം മഞ്ഞവർണ്ണം പുറപ്പെടും, അത് കണ്ടുകൊണ്ട് വിശ്വസിക്കാഞ്ഞാൽ പിറ്റേ ദിവസം ചുവപ്പ് വർണ്ണം പുറപ്പെടും, അത് കണ്ടിട്ട് വിശ്വസിക്കാതിരുന്നാൽ പിറ്റേ ദിവസം കറുപ്പ് വർണ്ണം പുറപ്പെടും, അത് കണ്ടാലും വിശ്വസിക്കാതിരുന്നാൽ പിന്നെ നിങ്ങളെ നശിപ്പിക്കപ്പെടും. ഈ വിവരം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടുകൂടെ സ്ഥലം വിടണമെന്ന് പറയുകയും ബഹുമാനപ്പെട്ട യൂനുസ് നബി ഇസ്ലാം ഈ വിവരം പറഞ്ഞുകൊണ്ട് സ്ഥലം വിടുകയും പിറ്റേ ദിവസം പറഞ്ഞ പോലെ ശരീരമെല്ലാം ഒരു മഞ്ഞവർണ്ണം ഇവർക്ക് പുറപ്പെടുന്നു. അപ്പോൾ പ്രജകളെല്ലാം എന്നുള്ള രാജാവിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, യൂനുസ് പറഞ്ഞതുപോലെ ശരീരത്തിനെല്ലാം ഒരു വർണ്ണവ്യത്യാസം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ രാജാവ് ഇവരെ സമാധാനിപ്പിക്കുന്നത് ശരീരത്തിന്റെ വർണ്ണവ്യത്യാസമല്ല, കണ്ണിന്റെ സോക്കലാണ്. അങ്ങനെ ഉണ്ടല്ലോ, ചെങ്കണ്ണൊക്കെ ഉണ്ടായാൽ ലൈറ്റിലൊക്കെ നോക്കുമ്പോൾ ചുവന്നുകൊണ്ട് കാണില്ലേ, എന്നതുപോലെ കണ്ണിന്റെ രോഗമാണ്, ശരീരത്തിന്റെ രോഗമല്ല. അതുകൊണ്ട് കണ്ണ് ചികിത്സിച്ചാൽ മതിയാകുമെന്ന് പറഞ്ഞു തൽക്കാലം സമാധാനിപ്പിച്ചു. പിറ്റേന്ന് നോക്കുമ്പോൾ ഒരു വരം ചുവപ്പ് വർണ്ണം, അതും കണ്ണിന്റെ രോഗമാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിറ്റേന്ന് നോക്കുമ്പോൾ കറുപ്പ് വർണ്ണം, അതും പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ നേരം പുറന്ന് ശക്തിയായ ചൂടാണ്, ആർക്കും എവിടെയും താമസിച്ചുകൂടാം, എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ചൂട് സഹിക്ക വയ്യാതെ കണ്ടായപ്പോൾ അങ്ങനെ എല്ലാവരും കാണുന്നു, കറുത്തിരുണ്ട മേഘം കാണുന്നു. മേഘം കണ്ടപ്പോൾ ആ മേഘത്തിൽ നമുക്ക് നല്ല മഴയായിരിക്കുമെന്ന് മനസ്സിലാക്കി എല്ലാവരും ആ മേഘത്തിന്റെ ചുവടത്തടിച്ചുകൂടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മേഘം പെട്ടെന്ന് തീയാക്കി മാറ്റുന്നു. അപ്പൊ ബേജാറായി, കലാക്കി തന്നെയാണ്. ആ കൂട്ടത്തിൽ ആ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് രഹസ്യമായി വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം പറയുന്നു, രക്ഷയില്ല, ആ യൂനുസ് നബിനെ കൊണ്ടും യൂനുസ് നബിന്റെ റബ്ബിനെ കൊണ്ടും വിശ്വസിക്കല്ല, നിർവാഹമില്ലെന്ന് പറഞ്ഞപ്പോൾ രാജാവ് അന്വേഷിക്കുന്നു, യൂനുസ് എവിടെയാ? യൂനുസിനെ തെരഞ്ഞെടുക്കാൻ ഇപ്പൊ കഴിയില്ല. ഒരു പറയുന്നു, യൂനുസ് മരിച്ചിട്ടുണ്ടെങ്കിലും ഫൈന റബ്ബി ഹയ്യുൻ ലാ യമൂത്ത്, എന്റെ റബ്ബ് ഹയാത്തുള്ളവനാണ്, ഒരു മരണമില്ലാത്തവനാണെന്ന് യൂനുസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് യൂനുസിനെ കൊണ്ടും യൂനുസിന്റെ റബ്ബിനെ കൊണ്ടും നമ്മൾ വിശ്വസിച്ചാൽ മതിയാകുമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടും അല്ലാഹുവിനെ കൊണ്ടും അവർ വിശ്വസിച്ചു. ആ ശിക്ഷയെല്ലാം അല്ലാഹു അവരിൽ നിന്ന് ഒഴിവാക്കി അവർ സുഖമായി ജീവിച്ചു. മനസ്സിലാക്കണം. അതിനിടക്ക് ഈ വിവരം അറിയുന്നതിന് മുമ്പാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം തന്റെ ഖൗമിനോടുള്ള വെറുപ്പോടുകൂടെ അദ്ദേഹം ഒരു കപ്പലിൽ കയറിയ, ഒരു വഞ്ചിയിൽ കയറിയ ചരിത്രം നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. വദന്നൂനി ഇദ്ദഹബ മുഗാളിബാ, ദേഷ്യം പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ഒരു വഞ്ചിയിൽ ചെന്ന് കയറിയെന്നും ആ വഞ്ചി കുറെ അങ്ങ് സഞ്ചരിച്ച് ആഴമേറിയ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിന്നുപോയി, പിന്നെ പോണില്ല. വഞ്ചി പോകാൻ ഞാൻ അന്നൊരു സ്വഭാവമുണ്ട്. അവർ തീരുമാനിക്കൽ എന്താണെന്നറിയോ? യജമാനന്മാരെ സമ്മതമില്ലാതെ ഒളിച്ചിയാടി പോന്ന അടിമകൾ വഞ്ചിയിലുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നുള്ള പണി ആ വഞ്ചിയിലുള്ള ആളുകളെ പേരൊക്കെ എഴുതി നറുക്കുണ്ടാക്കിയിട്ട് ആ നറുക്ക് വെള്ളത്തിലിട്ടാൽ ഈ ഇതിലുള്ള കള്ളൻ ആരാന്ന് വെച്ചാൽ ഓന്റെ നറുക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കും, ബാക്കിയൊക്കെ ആണ്ടുപോകും. അവനെ മെല്ലെ തെരഞ്ഞു പിടിച്ചിട്ട് എന്ത് ചെയ്യാ, അവനെ ആ കടലിലേക്ക് എടുത്തിട്ട് കളയാം, എന്നാ വഞ്ചി ഓടുന്നാണ് അവരെ വെപ്പ്. ഈ പ്രകാരം നറുക്കിട്ട് നോക്കുമ്പോഴും നറുക്ക് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമാണ്. യൂനുസ് നബി ആദ്യമേ പറയിട്ട് ഞാനാണതെന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. ഏതെങ്കിലും ആവട്ടെ ഈ ഒരു സന്ദർഭം എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാം സമുദ്രത്തിലേക്ക് ചാടാൻ തീരുമാനിച്ചു. ചാടുമ്പോൾ അകലെ താമസിക്കുന്നൊരു വലിയ മത്സ്യത്തോട് പടച്ചതമ്പുരാൻ പറയുന്നു, എന്റെ അടിമ യൂനുസ് വെള്ളത്തിലേക്ക് ചാടാൻ പോകുന്നുണ്ട്, വേഗം ചെന്ന് സ്വീകരിച്ചോ എന്ന് പറഞ്ഞു. മത്സ്യമെത്തി. ബഹുമാനപ്പെട്ട യൂനുസ് നബി ഇസ്ലാം ചാടിയത് മത്സ്യത്തിന്റെ വായിലേക്കായിരുന്നു.
മത്സ്യത്തിന് തോന്നി നല്ല സാപ്പാട് കിട്ടിപ്പോയി എന്ന്. പക്ഷെ അള്ളാഹ് പറഞ്ഞു അത് നിനക്ക് സാപ്പാടായിട്ട് തന്നതല്ല, നിന്റെ വയറ് ആ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനിക്കുള്ള നല്ലൊരു എയർ കണ്ടീഷൻ റൂമാക്കി അവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതാണ്, അതുകൊണ്ടാണ് അവിടെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തോന്നും എന്തിനാ യൂനുസ് നബിനെ അങ്ങനെയൊക്കെ വെള്ളത്തിൽ ചാടിച്ചത് എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവൂലേ. അതിലേക്ക് ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ചാടാനും മത്സ്യത്തെ കൊണ്ട് വിഴുങ്ങിപ്പിക്കാനും കുറെ കാരണമുണ്ട്. ആദ്യ കാലത്ത് തന്നെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനിക്ക് ഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കും, പടച്ചോനെ ഭൂമിയിലുള്ള അത്ഭുതങ്ങൾ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്, ഈ നിറഞ്ഞു കിടക്കുന്ന ബഹറിന്റെ ഉള്ളിൽ എന്തൊക്കെ അത്ഭുതം ഉണ്ട് എന്നൊന്നും കാണാൻ കഴിയുന്നില്ല റബ്ബേ, അത് കാണാൻ എന്താണ് ഒരു മാർഗം എന്ന് മുമ്പേ ആഗ്രഹം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിനിക്ക്. അങ്ങനെ ഈ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് അങ്ങ് കടന്നപ്പോൾ ആ മത്സ്യം യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് കടലിങ്ങനെ ചുറ്റി. ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് സമുദ്രത്തിലുള്ള എല്ലാ അജായിബുകളും കുതിർത്തുകളും യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് ശരിക്ക് കാണാമായിരുന്നു. അതിനു വേണ്ടിയുള്ള ഹിക്മത്താണത്. ഏതാവട്ടെ ആ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് ആഴമേറിയ സമുദ്രത്തിലേക്ക് മത്സ്യം അങ്ങ് കൊണ്ടുചെന്ന് പല ഇരുളിന്റെ ഉള്ളിൽ കിടന്ന് വിഷമിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട യൂനുസ് നബി അവിടുന്ന് ചൊല്ലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒറ്റ ദിക്ർ. ഈ ദിക്ർ ചൊല്ലിയതിനെ പറ്റി അല്ലാഹു പറഞ്ഞു, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാം എങ്ങാനും ആ മത്സ്യത്തിന്റെ വയറ്റിൽ കടന്നുകൊണ്ട് ആ തസ്ബീഹ് ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ മത്സ്യത്തിന്റെ വയറ്റിൽ ഖിയാമത്ത് നാൾ വരേക്കും കിടക്കേണ്ടി വന്നിരുന്നു. ഈ വാക്കിന്റെ അർത്ഥം എന്താ? ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും പടച്ചതമ്പുരാൻ രക്ഷിച്ചതിന്റെ കാരണം ഈ തസ്ബീഹാണ്, ഇത് ഇക്റാണെന്നല്ലേ? അപ്പൊ ഈ ലോകത്തുള്ള വലിയൊരു വിഷമമാണ് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിനിക്ക് ആ സമയത്ത് സംഭവിക്കുന്നതെങ്കിൽ ആ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ ഇക്റാണ്. അതുകൊണ്ട് ഈ സമയം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളായ നമുക്ക് വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം അല്ലാഹുവിന്റെ ദിക്റാണെന്ന് മനസ്സിലാക്കി സാധിക്കുന്ന നാം ആർക്കും സാധിക്കുന്ന ഒന്നാണല്ലോ മനഃപ്പാഠമുള്ള ദിക്റല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെങ്കിലും തായിമാക്കാൻ, അത് ചൊല്ലി പതിവാക്കാൻ നാം തയ്യാറെടുക്കണമെന്ന് മാത്രമേ ഈ അവസരം ഞാൻ പറയുന്നുള്ളൂ. ഏതാവട്ടെ അങ്ങനെ നാം ചെയ്യുന്ന അമല് നാളെ പരലോകത്തേക്ക് ഉപകരിക്കേണ്ടതിന് വേണ്ടി നാം ഇവിടെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ അത് ഇല്ലാതെയാക്കുന്ന, നിഷ്ഫലമാക്കുന്ന, അത് നമുക്ക് പ്രയോജനപ്പെടാതെയാക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കുകയും വേണം. അങ്ങനെ രണ്ടും നമ്മളെ മക്കൾ ഉണ്ടാവലോടുകൂടെ നമ്മളൊക്കെ ഇവിടെ നിന്ന് വിട വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നവരാണ്, യാത്രക്കാരല്ലേ, നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടവരാണെന്നുള്ള ബോധവും പോവാനടുത്തു എന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ഓർമ്മയും വേണം. ബഹുമാനപ്പെട്ട മലക്കൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം ചില മനുഷ്യന്മാരുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആ മനുഷ്യന്മാർക്ക് അസ്രായീലിനോട് പറയാനുള്ളത് അതല്ല, അസ്രായീൽ എന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പ് ഞാനിതാ വരാനടുത്തിരിക്കുന്നു എന്നൊരു മുന്നറിയിപ്പായി ആരെങ്കിലും പറഞ്ഞയച്ചിരുന്നുവെങ്കിൽ എനിക്ക് മരിക്കാൻ വേണ്ടി ഒന്ന് തയ്യാറായി നിൽക്കാമായിരുന്നല്ല അസ്രായീൽ എന്ന് പറയുന്ന സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാമിന് ഇവരോട് പറയാനുള്ള മറുപടി, ഞാൻ വരുന്നതിന് മുമ്പ്, എത്രയോ മുമ്പ് ഞാൻ വരാനടുത്തു എന്നതിന്റെ മുന്നറിയിപ്പുകാരായി പലരെയും പറഞ്ഞയച്ചിരുന്നല്ലോ എന്ന മറുപടിയാണ്. ഈ മറുപടി അനുസരിച്ച് അസ്രായീൽ വരാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണങ്ങൾ ഇതാ സഹോദരന്മാരെ നമ്മളിലൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. എന്താണത്? അസ്രായീൽ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നു, നിന്റെ താടിയിലും തലയിലും കറുത്തു ചുരുളു നിന്നിരുന്ന രോമങ്ങൾ ഇടക്കിടക്ക് വെളുത്തു വന്നത് ഞാൻ വരാനടുത്തിരിക്കുന്നു എന്നതിന്റെ മുന്നറിയിപ്പായിരുന്നല്ലോ. പരിശോധിക്കേണ്ടതാണ് നമ്മൾ. താടിയൊന്ന് നോക്കണം, ഒരു കണ്ണാടി എടുത്തിട്ട് താടിയും തടിയൊക്കെ നോക്കി ഇടക്കിടക്ക് വെളുത്ത രോമുണ്ടോ, ഇത് എങ്ങോട്ടുള്ള പോക്ക? അസ്രായീൽ അലൈഹിസ്സലാം വരാനടുത്തിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ്. പോരാ, നല്ല കാഴ്ച ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണിന്. ഏത് സമയത്തും എങ്ങനെ നോക്കിയാലും എത്ര ചെറിയ എഴുത്തുകളും വായിക്കാൻ നമുക്ക് പ്രയാസമില്ലായിരുന്നു. ഇന്ന് കണ്ണടയുടെ സഹായത്തോടുകൂടെ അല്ലാതെ കണ്ട് വായിക്കാൻ കഴിയാത്തൊരവസ്ഥ നമുക്ക് വന്നുവെങ്കിൽ അസ്രായീൽ പറയുന്നു, നിന്റെ കണ്ണിന്റെ കാഴ്ച കുറച്ചു വന്നത് ഞാൻ വരാനടുത്തിരിക്കുന്നു എന്നതിന്റെ മുന്നറിയിപ്പായിരുന്നല്ലോ.
നല്ല കേൾവിയുണ്ടായിരുന്ന എന്റെ ചെവിട്ടിന്റെ കേൾവി കുറഞ്ഞു വന്നത് ഞാൻ വരാനടുത്തു എന്നതിന്റെ മുന്നറിയിപ്പായിരുന്നല്ലോ. ഓടാനും ചാടാനുമെല്ലാം നിനക്ക് നല്ല ശക്തിയും കഴിവും ഉണ്ടായിരുന്നു, അതെല്ലാം നിനക്ക് കുറഞ്ഞു വന്ന് ഞാൻ വരാനടുത്തു എന്നതിന്റെ ായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം മസായിൽ പറയുന്നു, ഇനി എന്റെ ശേഷം ആരും നിനക്ക് വരാനില്ല, അവസാനത്തെ ആള് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഒരു കുതിയെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, സഹോദരന്മാരെ, നമുക്കുള്ള ആയുഷ്കാലമാകുന്ന NOCയുടെ അവധി കഴിഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകാൻ സമയമെടുത്തിരിക്കുന്നു എന്നതിന്റെ മുന്നറിയിപ്പുകൾ പലതും ഇതാ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇവിടുന്ന് പോകുന്ന മനുഷ്യരാകുന്ന നമുക്കുള്ള വേണ്ടുന്ന സാമഗ്രികൾ മുഴുവൻ ഒരുക്കിക്കഴിയുകയും ചെയ്തിരിക്കുന്നു, അല്ലേ? അതുകൊണ്ട് ഒക്കെ ഒരുങ്ങിയിരിക്കുന്നു. സഹോദരിമാരൊരു കാര്യം മനസ്സിലാക്കണം. ഇതിന്റെ ഇടക്ക് ഇന്നലെ മിനിയാന്നൊക്കെ അയച്ച് നിങ്ങളെ ഏൽപ്പിച്ച കവറുകളുണ്ട്, ആ കാര്യം മനസ്സിലാക്കാം. അതുപോലെ ബഹുമാനപ്പെട്ട ഇസ്രായീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്ക് ഈ വിവരം നമ്മളോട് പറയും പോലെ തന്നെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇവിടുന്ന് വിടവാങ്ങുന്ന സമയത്ത് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ സാമഗ്രികളൊക്കെ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാ സത്യം, അല്ലേ? ഇന്ന് ഇവിടുന്ന് ഒരു മനുഷ്യൻ നമ്മളെ കൂർത്തുനിന്ന് മരിച്ചാൽ നാളെ നമുക്ക് ആവശ്യമുള്ളത് എന്താ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കി എന്തൊക്കെ ആവശ്യമുണ്ടോ നമുക്ക്. നാളെ ഒരു 3 കഷ്ണം തുണി വേണം. നമ്മൾ എന്താ ചെയ്യല്? ഈ 3 കഷ്ണം തുണിക്ക് നമ്മൾ അടുത്തുള്ള ഒരു തുണിഷാപ്പിന്റെ ഉടമയെ സമീപിച്ചിട്ട് രാവിലെ പറയുന്ന ഒരു 3 കഷ്ണം തുണി വേണമെന്ന് പറയുമ്പോൾ അവസ്ഥ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ ഷാപ്പിന്റെ ഉടമയോട് ചെന്നിട്ട് പറഞ്ഞ ആ ഷാപ്പിന്റെ ഉടമ അവന്റെ ഷാപ്പ് തുറന്നിട്ട് അവിടെ നിന്നൊരു കഷ്ണം ഒരു വലിയ തുണിക്കെട്ട് വലിച്ചിടുമ്പോ നമ്മൾ പരിശോധിച്ചാൽ മതി ആ തുണിക്കെട്ടിന്റെ മുകളിൽ എന്താണ് എഴുതി വെച്ചത്, എന്താ അതിന്റെ മുകളിലുള്ള സീല് നോക്കാം. ആ സീലിൽ കാണാം അതിന്റെ ഫാക്ടറിയിൽ നിന്ന് ഇറക്കിയത് 985 ചിലപ്പോൾ കണ്ടെന്ന് വരും. 85 ഇത് 93 കൊല്ലം എത്രയായി എന്ന് നോക്കിയാൽ മതി. 5 3 8ാമത്തെ കൊല്ലം 7 കൊല്ലം കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. 7 കൊല്ലം കഴിഞ്ഞു എന്നാണെങ്കിൽ ഉടനെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്, ഇന്ന് മരിക്കുന്ന മനുഷ്യന്റെ കഫംപട പടച്ചതമ്പുരാൻ അതിന്റെ ഫാക്ടറിയിൽ നിന്ന് നെയ്ത് പുറത്തിറക്കിയിട്ട് കൊല്ലം 7 ആയിരിക്കുന്നുമല്ലേ? ഈ ഇരിക്കുന്ന നമ്മളൊക്കെ കഫംപട കൊയ്യൊരു പക്ഷേ നെയ്തുണ്ടാക്കിയിട്ട് കൊല്ലങ്ങളായി കാണും. സഹോദരന്മാരെ ആലോചിക്കേണ്ടതാണ്. പോരാ, അവളോട് ചോദിച്ചു നോക്ക്, നമ്മൾ അടുത്ത തുണിഷാപ്പിന്റെ ഉടമയോട് അപ്പ ചോദിക്കണം, എന്നാ നീ ഇവിടെ കൊടുന്നത് എന്ന് ചോദിച്ചാൽ അവൻ മറുപടി പറയുന്നു, ഞാൻ എന്റെ ഷാപ്പിൽ അത് കൊണ്ടുവന്നിട്ട് 6 മാസമായി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ നിന്ന് മരിക്കാൻ പോകുന്ന നമ്മളെ കഫംപട അടുത്ത തുണിഷാപ്പിൽ ഇവിടെ തന്നെ വന്നു നിന്നിട്ട് 6 മാസമായിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ വന്നു നിൽക്കുന്നുണ്ടാകും. സഹോദരന്മാരെ ആലോചിക്കണം. നമ്മളെ പ്രധാനപ്പെട്ട ദ്വാരങ്ങളിലും മറ്റും അവയവങ്ങളിലൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന പഞ്ഞീറകെട്ട് അതോടൊപ്പം തന്നെ വന്നു നിന്നിരിക്കുന്നു. കഫംപടയിലും ശരീരത്തിലും കുടയാൻ ഉപയോഗിക്കുന്ന സുഗന്ധങ്ങൾ അതും അവിടെ വന്നു നിന്നിരിക്കുന്നു. നമ്മളെ കുളിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സോപ്പ് അതിന്റെ ഫാക്ടറിയിൽ നിന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറക്കിയിരിക്കുന്നു. നമ്മളെ കുളിപ്പിക്കാനുള്ള വെള്ളം നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള കിണറ്റിൽ പടച്ചതമ്പുരാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് ഉറവൊട്ടിച്ച് നിർത്തിയിരിക്കുന്നു. നമ്മളെ കുളിപ്പിക്കാനുള്ള ആളുകൾ നമ്മളോടൊപ്പം തന്നെ കൂടിയിരിക്കുന്നു. നമ്മളെ കൊണ്ടുപോകാനുള്ള ആളുകളും നമ്മളോടൊന്നിച്ചിരിക്കുന്നു. നമ്മളെ കൊണ്ടുപോകാനുള്ള വാഹനം നമ്മളെ ജുമാഅത്ത് പള്ളിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ കടത്താനുള്ള ഖബർ നമ്മൾ കുഴിച്ചു വെച്ചിട്ട് മാസങ്ങളോ കൊല്ലങ്ങളോ കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ആളുകൾ നിശ്ചയിച്ചിരിക്കുന്നു. ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ മനുഷ്യരായി ഇവിടെ കഴിഞ്ഞുകൂടുന്ന നമുക്ക് ഇവിടെ നിന്ന് വിടവാങ്ങുമ്പോൾ ആവശ്യമായ എല്ലാ സാമഗ്രികളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തുമാത്രം അവശേഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അകത്തോട്ടും പുറത്തോട്ടും വലിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഈ ശ്വാസം അടങ്ങലല്ലാതെ വേറെ യാതൊന്നിനും ആവശ്യമില്ലാത്തൊരവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ എന്നുള്ളത് എങ്കിൽ ഏതാണ്ടൊക്കെ സമയമായി എവിടുന്ന് പോകാനടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ബോധമുള്ള ആളുകളാണ് നമ്മളെങ്കിൽ സഹോദരന്മാരെ എന്ത് വേണ്ടതുണ്ട്? കുറച്ച് അധ്വാനിക്കാൻ വേണ്ടി നാം തുനിയേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ അധ്വാനിക്കാതെ കണ്ട് നിങ്ങൾക്ക് ഈ കാര്യം നല്ല കാര്യം നിങ്ങളുടെ സ്വന്തം വീടൊക്കെ കരസ്ഥമാവുമെന്ന് വിചാരിക്കണ്ട എന്ന് നമ്മളോട് പ്രത്യേകം ഉണർത്തുന്നുണ്ട്. നമ്മൾ അധ്വാനിക്കണം. അധ്വാനിക്കണം എന്ന് വെച്ചാൽ എങ്ങനെ? കഷ്ടപ്പെട്ട് അധ്വാനിക്കുക തന്നെ വേണം.
ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ, വലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ. മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ ഒരുപാട് കഷ്ടപ്പാടുകൾ ഇവിടെ സഹിച്ചിട്ടുണ്ട്. അതൊന്നും സഹിക്കാതെ ഇഷ്ടം പോലെ ഇവിടെ ജീവിച്ചങ്ങ് മരിച്ചിട്ട് സ്വർഗത്തിൽ കടക്കാന്ന് വിചാരിച്ചാൽ പ്രയാസമുണ്ട്. അപ്പൊ എന്ത് വേണം? നമ്മളിവിടുന്ന് വിടവാക്കാനെടുത്തിരിക്കുന്നു എന്നൊരു ബോധവും കൂടി നമ്മളിൽ ഉണ്ടാകുക. മുമ്പ് ഇവിടെ കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ അതുള്ളവരാ. ഇപ്പൊ അതിന് മാറ്റമുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ കരഞ്ഞിരുന്നു എന്ന് കാണാം. ഏത് സമയത്തും നരകവും സ്വർഗമൊക്കെ പറയുന്നത്, നരകമൊക്കെ പറഞ്ഞാൽ അങ്ങനെ കരയില്ല. ഖബർ കണ്ടാൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല കരഞ്ഞിട്ട് അവരുടെ വലിയ താടിയിലൂടെ ഒന്നായി കണ്ണുനീരിങ്ങനെ ഒഴുകാറുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഖബർ ഒരു പക്ഷേ നരകക്കുണ്ടാണ് അല്ലെങ്കിൽ സ്വർഗത്തോപ്പാണെന്നാണ്. ഇവിടുന്ന് കുറെ ചോദ്യോത്തരങ്ങളൊക്കെയുണ്ട്. ഈ ഇവിടുന്ന് രക്ഷപ്പെട്ട ഫമാബഅദഹു ഐശറു മിൻഹു, പിന്നെ വരാനുള്ളത് അത്ര ഗൗരവമില്ല, ഇവിടത്തെ കാര്യമാണ് അതിഭയങ്കരമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ കരയാറുണ്ടായിരുന്നു. ഇന്ന് കരച്ചിൽ പോയിട്ട് രൂപം മാറി. ഞാനും ഒരു 1-2-3 ആളുകളും കൂടി ഇതിന്റെ ഇടക്ക് ഒരു പള്ളിയിലേക്ക് പോയി, ഒരു ജുമാഅത്ത് പള്ളി. അവിടെ ഖബർസ്ഥാനിൽ കുറെ ഖബർ കുഴിച്ചിട്ടുണ്ട്. നല്ല ഖബർ കണ്ടാല് നല്ല പാറമ്മൽ ഒറ്റ ഖബർ കണ്ടപ്പോ നമ്മളെ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു, ഈ ഖബർ കണ്ടാൽ മരിച്ചാൽ അങ്ങനെ തോന്നുക എന്ന് പറഞ്ഞു ഞാൻ ചിരിക്കുക. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാലിഹായ മനുഷ്യന് മൂപ്പര് പറഞ്ഞു, പഴയ കാലത്ത് ഉസ്മാൻ അഫ്ഫാന്റെയും സഹാബത്തിന്റെ ഒക്കെ കാലത്ത് ഖബർ കണ്ടാൽ കരയിലായിരുന്നു, ഇപ്പൊ ഖബർ കണ്ടാൽ ചിരി തുടങ്ങിയും. നമ്മളെ ഹാലത അല്ലേ? ഖബർ ദിവസേന നമ്മൾ കാണുന്നുണ്ട്. പടച്ചോനെ നാളെ ഞാൻ ഇങ്ങോട്ടാണ് വരാൻ പോകുന്നത് എന്ന ചിന്ത നമ്മളിൽ ആരെയില്ലെങ്കിലും ഏർപ്പെടലുണ്ടോ? ചിന്തിച്ചു നോക്കും. ഇത് വിട്ടുമാറാതിരിക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കന്മാരെ ഒരുപാട് പണിയെത്തിയിരുന്നു. ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ തന്റെ വീട്ടിന്റെ മുറ്റത്തൊരു ഖബർ കുഴിച്ചു നോക്കിയാ ചെയ്തിരുന്നത്. അതെന്താ ചെയ്യല്? ദിവസേന 5 പ്രാവശ്യം മയ്യിത്തിനെ ഖബറിൽ കിടത്തുന്നത് പോലെ ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു ആ ഖബറിൽ കിടക്കും. കിടന്നിട്ട് എഴുന്നേൽക്കും, കുറെ അവിടെ കിടക്കും, ഒന്നായി മൂടി പോച്ചു കൊടുക്കും. 5 പ്രാവശ്യം ഖബറിൽ അങ്ങനെ കടന്ന് എഴുന്നേൽക്കുന്ന കണ്ടപ്പോൾ തന്റെ കൂട്ടുകാർ ചോദിച്ചു, എന്തിനാങ്ങൾ ഇങ്ങനെ ദിവസേന ഖബറിൽ 5 പ്രാവശ്യം കിടക്കുന്നു എന്ന് ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു അതിന് കൊടുത്തിരുന്ന മറുപടി ഒന്നുമല്ല. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, അക്സിറൂ ദിക്റ ആദിമിൽ ലദാത്തിൽ മൗത്ത്, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ച് നിങ്ങൾ അധികമായി ഓർക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, മരണത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. എന്നാ വൃത്തികേടുകളൊക്കെ നമ്മളിൽ നിന്ന് വരുന്നതിൽ നിന്ന് മനുഷ്യനെ തടയും. ഈ ഒരു കാര്യം റസൂൽ പറഞ്ഞപ്പോൾ ദിവസേന ഒരു ഖബറിൽ 5 പ്രാവശ്യം മയ്യിത്ത് കിടക്കുന്നത് പോലെ കിടന്നിങ്ങോട്ട് എഴുന്നേറ്റ് പോരുകയാണെന്നുണ്ടെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയും ചിന്തയിലും എന്നിൽ നിന്ന് വിട്ടുമാറൂല. അതിനു വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഖബറിൽ കിടക്കുന്നത് എന്നായിരുന്നു ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു മറുപടി നൽകിയിരുന്നത്. മനസ്സിലാക്കണം. ഈ ചിന്തകളെല്ലാം നമ്മളിൽ നിന്ന് പോയി മരിക്കുന്ന കാര്യത്തിൽ ഇന്നലെക്കുള്ളൊരു വിഷമമോ വേദാറോ അല്ലെങ്കിൽ മരിക്കേണ്ടി വരുമെന്ന ബോധമോ മരിച്ചാൽ പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയോ നമ്മളെ അലട്ടുന്നില്ല. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ലാത്തതുപോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരോടും സഹോദരിമാരോടും എന്റെ നഫ്സിനോടും ഞാൻ നിർദ്ദേശിക്കുന്നു, ആദ്യമായി നമ്മളൊക്കെ മരിക്കാൻ പോകുന്നവരാണെന്നും മരിക്കുന്നതിനിടയ്ക്ക് ഇവിടെയുള്ള ഇടക്കാലം എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ ചെന്നുകൊണ്ട് നമുക്ക് സുഖിച്ച് ജീവിക്കാനുള്ള മാർഗമെന്നുള്ള ബോധം നമ്മളിൽ വേണം. അത് നമ്മളിൽ ഇല്ലാതെ വന്നാൽ നമ്മളെ ഭാവി അപകടത്തിലാവും. പടച്ചതമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാനത് വിവരിക്കല്ല, നമുക്കതിന് സമയം പോരാ. എങ്കിലും എന്റെ സഹോദരിമാര് മനസ്സിലാക്കണം, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഫുഖഹാ മുഴുവൻ പറഞ്ഞേ കാണാം, എന്ന്. മരിക്കാൻ പോകുന്നവരാകുമ്പോൾ മരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരുങ്ങി നിൽക്കണം. എങ്ങനെ ഈ ഒരുങ്ങല്? നമ്മളൊക്കെ മരിക്കാൻ പോവില്ലേ? എങ്ങനെ ഒരുങ്ങണം? ഒരുങ്ങാനുള്ള മാർഗം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് തൗബയാണ്. അതിന്റെ മാർഗം തൗബ ചെയ്യാം. മുമ്പൊരു കാര്യമുണ്ട്. റമളാൻ മാസം ഒടൂര വെള്ളിയാഴ്ച പള്ളിയിലുള്ള ഹത്തീബുമാര് ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതിന്റെ ദ്വായൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് പറഞ്ഞ് നമ്മളെ കാരണന്മാർക്ക് ഇങ്ങനെ തൗബയിലേക്ക് കൊടുക്കാന്നുള്ളൊരു പണിയുണ്ട്. അന്ന് കാരണവന്മാര്
താലിയൊക്കെ മറച്ച് വളരെ അതമോടുകൂടെ ഇരുന്ന് വ്യസനിച്ച് കരഞ്ഞ് അല്ലാഹുവിനോട് കിരിച്ചു മടങ്ങിയിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇപ്പോ ഞങ്ങളുടെ തമ്പുരാനെ എന്ന് പറയലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് അന്തസ് കുറവാണ്, റെസ്പെക്ട് കുറവാണെന്ന് പറഞ്ഞ് നമ്മളെ ചെറുപ്പക്കാരായ ആളുകൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുകൂടെ പരിപാടി തന്നെ നമ്മളിൽ നിന്നില്ലാതെയായി എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. ഏതാവട്ടെ, അത് നമ്മൾ മനസ്സിലാക്കണം, ചെറിയ കാര്യമൊന്നല്ല. എന്താ ഈ തൗബ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മരിക്കാൻ പോകുന്നവരല്ലേ. തൗബ എന്ന് പറയുന്നത് അത്തൗബത്തു അന്നദം ഖാല റസൂലുള്ളാഹി, മനുഷ്യന്മാര് ചെയ്ത പാപത്തിന്റെ പേരിൽ അവന്റെ ഖേദമാണ്. പടച്ചോനെ ഞാൻ തെറ്റൊരുപാട് ചെയ്തുപോയി, ഇനി ഞാൻ ഒരിക്കലും ചെയ്യൂല തമ്പുരാനെ, ചെയ്തത് പൂർത്തിയായിരുന്നേന്ന് ശരിക്കും മനസ്സിൽ വേദനയോടുകൂടെ പടച്ചറപ്പിനോട് ആവശ്യപ്പെടുന്നതാണ് തൗബ. എങ്ങനെ തൗബ ചെയ്താലോ അല്ലാഹു തആല എത്ര ദോഷങ്ങൾ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ദോഷമൊക്കെ അന്ന് കൊടുക്കും. എത്ര ദോഷം ചെയ്താലും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ബഗ്ദാദുകാരനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ പതിവ് എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്താൽ ആ യാത്രയിൽ ഒരു ചായ കുടിച്ചാൽ അത്, ഒരു ബീഡി വലിച്ചാൽ അത്, വേറെ ആരോടെങ്കിലും സംസാരിച്ചാൽ അത് മുഴുവൻ ഡയറിയിൽ കുറിക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ പലരുമുണ്ട്. ഈ പ്രകാരം ബഗ്ദാദുകാരനായ ഒരു ചെറുപ്പക്കാരൻ, അയാൾ ദിവസേന ചെയ്യുന്ന എല്ലാ തെറ്റുകളും കണ്ണുകൊണ്ട് കാണുന്നത്, ചെവിടുകൊണ്ട് കേൾക്കുന്നത്, വായ കൊണ്ട് പറയുന്നത് എന്നിത്യാദി സർവ്വ തെറ്റുകുറ്റങ്ങളും എഴുതി റിക്കാർഡാക്കുന്നൊരു പതിവുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നു. പക്ഷെ അയാൾ നല്ലൊരു മനുഷ്യനാ. തെറ്റുകൾ മനുഷ്യനാവുമ്പോഴും അവന്റെ ഒക്കെ ഒന്ന് വരൂല. മുർസലീങ്ങളല്ലാത്ത അമ്പിയാക്കന്മാരല്ലാത്തവരൊക്കെ ഒന്നൊക്കെ വരാനോ, വരുന്നതൊക്കെ മൂപ്പര് എഴുതി വെക്കും. അങ്ങനെ ആയിരക്കണക്കായ തെറ്റുകൾ ഡയറിയിൽ എഴുതി കൊല്ലങ്ങളോളം എഴുതി വെച്ച വലിയ ഡയറി. ഒരു ദിവസം ഇയാളൊരു കാരക്ക കച്ചവടക്കാരനാണ്. ഈ കാരക്കച്ചവടക്കാരനായ ഇയാളരികിലേക്ക് ഒരു പെണ്ണ്, മുഖംമൂടിയൊക്കെ ധരിച്ചൊരു പെണ്ണിന് വന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് അനാഥ കുട്ടികളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാനൊരു മാർഗവുമില്ല, നിങ്ങൾ എന്റെ കുട്ടികൾക്ക് അല്പം ഭക്ഷണം എന്തെങ്കിലും തരണം, കുറച്ച് കാരക്ക തരണം എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് അവളെ മുഖത്തുനിന്ന് ആ മൂടിയൊന്നങ്ങ് നീക്കിയപ്പോൾ അവളുടെ മുഖം വളരെ സൗന്ദര്യമുള്ള മുഖമായി തോന്നിയ ഈ ചെറുപ്പക്കാരൻ പെട്ടെന്ന് എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, നിനക്ക് ഇഷ്ടപ്പെട്ട കാരക്ക തെരഞ്ഞെടുക്കാം, എന്റെ പീടിയുടെ അകത്തോട്ട് ഇങ്ങ് കേറിക്കോ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് ക്ഷണിക്കുക ചെയ്തു. ഈ ക്ഷണിച്ചപ്പോ ഇവൾക്ക് മനസ്സിലായി ഇയാള് നല്ലൊരു കാര്യത്തിനാവൂലല്ലോ പീടിയുടെ അകത്തേക്ക് ക്ഷണിച്ചത് എന്ന് മനസ്സിലാക്കി ഇവള് പെട്ടെന്ന് ചെറിയൊരുത്തുണ്ട് കടലാസ് ഇയാൾക്കങ്ങ് എഴുതി കൊടുത്തു. അതിലുള്ളത് ألم تعتبر بالظاهرين إلى البلا وتركيهم الدنيا جميعا كما هي ولم يخرجوا إلا بقطر وخرقة وما عمروا من منظر ظل خاليا وأمتى وتنوا بعده في جبالهم وحيدا فريدا في المقابر ثابيا. ഇങ്ങനൊരു മൂന്നാല് ബൈത്ത. എന്താ ചുരുക്കം? അലാ അയ്യുഹന്നാസി ലിയൗമി റഹീലിഹി, ഈ നാട്ടിൽ നിന്ന് യാത്ര പോകേണ്ടുന്ന ദിവസത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്ത മനുഷ്യ. അറാഖാനിൽ മൗത്തിൽ മുഫർറിഖിലാഹിയ, മരണത്തെക്കുറിച്ച് നിനക്ക് ബോധമില്ലെന്നാണ് എന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അലം തഅതബിർ ബിൽവാഹിരീന ഇലൽ ബിലാ വതർകീഹിം ദുനിയാ ജമീഅൻ കമാ ഹിയ, ദുനിയാവ് മുഴുവനും വിട്ടേച്ചുകൊണ്ട് നശിക്കുന്നതിലേക്ക് പോയ ആളുകളെ കുറിച്ച് നീ ബോധവാനല്ലോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ചുരുക്കി പറയാ. അവസാനം ഇവൾ പറയുന്നു, നാളെയോ മറ്റന്നാളോ ആ കഴിഞ്ഞുപോയ കാലക്കാരോടൊപ്പം ഒറ്റക്ക് കബറിൽ താമസിക്കാനാണല്ലോ നീയും പോകുന്നത്. ഇത് പറഞ്ഞിട്ട് എഴുത്തങ്ങ് കൊടുത്തതോടുകൂടെ ഈ മനുഷ്യൻ, പടച്ചവനെ എന്റെ അടുത്തങ്ങനെ തോന്നിപ്പോയല്ലോ റബ്ബേ, എനിക്കത് ഓർത്തു തരണം എന്ന് പറഞ്ഞ് നല്ല കാരക്ക ഒരു പിടി വായിട്ട് ഇവളെ കയ്യിൽ കൊടുത്തിട്ട് എന്റെ കുട്ടികൾക്ക് കൊടുക്കും. ഇവളത് വായിച്ചു പോയി. പോയതിനു ശേഷം ഈ ബഗ്ദാദുകാരനായ മനുഷ്യൻ കൊല്ലങ്ങളോളം എഴുതി വെച്ച ദോഷങ്ങളൊക്കെ എഴുതി വെച്ച ഡയറിയുണ്ട്. ആ ഡയറി മറിച്ചു നോക്കുമ്പോൾ ആ എഴുതി വെച്ച ഒരൊറ്റ അക്ഷരവും ഡയറിയില്ല. എന്തൊരത്ഭുതം! സുബ്ഹാനല്ലാഹ്, എത്രയോ കൊല്ലങ്ങൾ എഴുതി വെച്ചതുണ്ട്, ഒറ്റ അക്ഷരവുമില്ല. ഉടനെ ചെന്നു സ്വാലിഹത്തായ ഉമ്മണ്ട്. ഉമ്മാന്റെ അരികെ ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ, ഞാൻ കൊല്ലങ്ങളോളം എന്റെ തെറ്റുകളൊക്കെ എഴുതി വെച്ച ഡയറിന്റെ ആയിരുന്നു. ഇന്ന് എന്റെ മനസ്സിലൊരു തെറ്റ് തോന്നിയെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല, പക്ഷെ അതും കൂടി എഴുതി വെക്കാൻ ഞാൻ ഇന്നെന്റെ ഡയറി മറിച്ചു നോക്കുമ്പോൾ ഒരൊറ്റ അക്ഷരമായി കാണുന്നില്ല.
ഉമ്മ പറഞ്ഞു, എന്താ മോനെ അത്, നീ എന്ത് ചെയ്തു? ഞാൻ എന്റെ മനസ്സിൽ ദുഷിച്ച വിചാരം വന്നെങ്കിലും ഞാൻ അതിൽ നിന്ന് പെട്ടെന്ന് പിന്മാറിയുമ്മ, ഞാൻ തൗബ ചെയ്ത് മടങ്ങി. അത് പറഞ്ഞപ്പോ ഉമ്മാന്റെ മറുപടി, മോനെ കൊല്ലങ്ങളോളം നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ സമയത്ത് നീ ഒരൊറ്റ തൗബ ചെയ്തത് കൊണ്ട് അല്ലാഹു തആല കൊല്ലങ്ങളോളം നീ റിക്കാർഡാക്കി വെച്ച തെറ്റുകളെ മുഴുവൻ പൊറുത്തതിന്റെ അടയാളമായിരിക്കാം ഒരൊറ്റ അക്ഷരവും നിന്റെ ഡയറിയിൽ കാണാത്തതെന്ന് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ പറയുന്നു, പഠിച്ചോനെ അങ്ങനെയാണെങ്കിൽ ഇനി ഈ ലോകത്ത് വെച്ചൊരു തെറ്റ് ചെയ്യാൻ എനിക്ക് നീ സമയം തരല്ല എന്ന് പറഞ്ഞ് മരിച്ചങ്ങ് വീണു. എന്താ ഇതിന്റെ അർത്ഥം? എത്ര കാലം നമ്മൾ തെറ്റ് ചെയ്താലും ഞാൻ ചെയ്ത തെറ്റ് പടച്ചിറപ്പ് പുറത്തു തരാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം തൗബയാണ്. എനിക്ക് കാലതാമസമല്ല, പെട്ടെന്ന കാര്യം സാധിക്കും ചെയ്യും. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല ഒരു വൈക്കിങ് വരുമ്പോൾ ചെറുപ്പക്കാരൻ അങ്ങോട്ട് പോവുക. ഉമർ ഫാറൂഖ് എന്ന് കേട്ടാ പറവറക്കൂല എല്ലാവരും. ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ തൽക്കാലം ഉണ്ട് എന്ന് വെച്ചാൽ മൂപ്പരാരും കാണാതെ കുറച്ച് കുടിക്കലുണ്ട്, ചെറിയൊരു കള്ളുകുപ്പി. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വരുന്നു. പടച്ചോനെ, കള്ളും കുപ്പിയോടുകൂടെ ഉമർ ഫാറൂഖ് കണ്ട കഥ കഴിഞ്ഞത് തന്നെ ബേജാറായി. ആ കള്ളും കുപ്പിയുമായി കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരൻ ഉമർ ഫാറൂഖിനെ കണ്ടതോടുകൂടെ ഇലാഹായ റബ്ബിനോട് പറയുന്നു, പടച്ചോനെ, ഞാൻ കുറെയൊക്കെ കള്ളു കുടിച്ചു പോയിട്ടുണ്ട് റബ്ബേ, ആ കുടിച്ചതെല്ലാം എനിക്ക് നീ പുറത്തു തരണം, ഇനി മേലിൽ ഒരിക്കലും ഞാൻ കള്ളു കുടിക്കൂല തമ്പുരാനെ. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിന്റെ മുന്നിൽ വെച്ചെന്ന വഷളാക്കല്ല റബ്ബേ. തൂബി അതോബ, കള്ളൊരുപാട് കുടിച്ചുപോയി, കുടിച്ചത് കൊടുക്കണേ റബ്ബേ. ഉമർ ഫാറൂഖിന്റെ മുന്നിൽ വെച്ച് വഷളാക്കതെങ്കിൽ ഞാൻ കുടിക്കൂല ഇത് പറഞ്ഞെങ്കിലും ഉമർ ഫാറൂഖ് കാണുന്നതിൽ ബേജാറുണ്ട്. ഈ ചെറുപ്പക്കാരൻ തന്റെ കള്ളിന്റെ കുപ്പി ഷർട്ടിന്റെ ചുവടെ വെച്ച് മറച്ചു കുടിച്ചിട്ടങ്ങനെ നടന്നു. ഉമർ ഫാറൂഖ് അടുത്തു വന്നു. നോക്കുമ്പോൾ ഉമർ ഫാറൂഖ് എന്റെ ഷർട്ടിന്റെ അവിടെ എന്താ ബുദ്ധിക്കാൻ, എന്താ അവിടെ വെച്ച് പെട്ടെന്ന് ചോദ്യം. ഇവൻ പെട്ടെന്ന് മറുപടി, ഒരു കുപ്പി സുർക്കേനെന്ന്. സുർക്കേനെന്ന് പറഞ്ഞപ്പോ വലിയ തകരാറാർക്കും ഉണ്ടാവില്ലല്ലോ. ഉമർ ഫാറൂഖിന്റെ ചോദ്യം, ഞാൻ കുറെ ദിവസം നല്ല സുർക്ക എവിടുന്നാ കിട്ടുകയെന്ന് അന്വേഷിച്ച, എനിക്കൊരു കുപ്പി വാങ്ങണം, നോട്ടെ സുർക്കൊന്ന് കാണട്ടെ. അപ്പൊ ഒരു ബേജാറായി. എന്താ ബേജാറ്? കള്ളാണെന്ന് പറഞ്ഞാൽ പറയുന്ന സത്യം ഉണ്ടായിരുന്നു. ഇപ്പൊ സുർക്കയാണെന്ന് പറഞ്ഞപ്പോഴോ പൊള്ളുവായി കള്ളുവായി, തെറ്റി രണ്ടാ. സംഗതി അപകടത്തിലാ, രക്ഷയില്ലല്ല റബ്ബേ. ഏതായാലും ഉമർ ഫാറൂഖിന്റെ കയ്യിൽ കൊടുക്കാതെ പറ്റൂല. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കാൻ നിർബന്ധിതനായ ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് പറയുന്നു, പടച്ചോനെ, എന്നെ വഷളാക്കരുത് റബ്ബേ, ഞാൻ ഇനി കള്ളു കുടിക്കൂലട്ടോ തമ്പുരാനെ. ഉമർ ഫാറൂഖിന്റെ മുന്നിൽ വെച്ച് വഷളാക്കരുത് എന്ന് പറഞ്ഞ് കള്ളും കുപ്പി അങ്ങ് കൊടുത്തു. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കള്ളും കുപ്പിയുടെ കാർക്ക് തുറന്നുകൊണ്ട് വാസനിച്ചു നോക്കുമ്പോൾ ഒന്നാം തരം സൂർക്കയാക്കി പടച്ച തമ്പുരാൻ സെക്കൻഡ് കൊണ്ട് വച്ചിരിക്കുന്നു. കള്ള് സൂർക്കയാവാൻ മാസങ്ങൾ വേണം. അങ്ങനത്തെ കള്ള് സെക്കൻഡ് കൊണ്ട് പടച്ച തമ്പുരാൻ സൂർക്കയാക്കി മാറ്റിയതാ. അതാ തൗബ. തൗബ നമ്മൾ ചെയ്താൽ ആ തൗബ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അതുകൊണ്ട് വൽയസ്തഇദ്ദ ലഹു ബിത്തൗബ. മരിക്കാൻ പോകുന്നവരാണ് നമ്മൾ, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയവരാണ്, സാമഗ്രികളൊക്കെ ഒരുമിച്ച് കൂടിയവരാണ്, സാമഗ്രികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ശ്വാസോച്ഛ്വാസം അതങ്ങടങ്ങൽ മാത്രമേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നാം തയ്യാറെടുപ്പെടുക്കണം. അതായത് തൗബ ചെയ്തുകൊണ്ട് അതിന് ഒരുങ്ങണം. മനസ്സിലാക്കണം. തെറ്റുകളൊക്കെ ഒരുപാട് നമ്മൾ ചെയ്യും. നമ്മളാരും മഅസൂമിങ്ങളല്ല, തെറ്റ് ചെയ്തവരാവും. തെറ്റിൽ നിന്ന് പൊറുക്കുക എന്ന് പറഞ്ഞാൽ പൊറുക്കടത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നലെ നമ്മൾ നിസ്കാരത്തെക്കുറിച്ച് അല്പം പറഞ്ഞിരുന്നു. തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുക എന്ന് പറയുമ്പോൾ നിക്കേരിക്കാതെ കുറെ കാലം കഴിച്ചു കൂട്ടിയാള് പടച്ചോനെ, ഞാൻ നിക്കേരിക്കാത്തതൊക്കെ എനിക്ക് പുറത്തു തരണ്ട, ബെഞ്ഞ് മേലിൽ ഞാൻ നിക്കേരി എന്നതുകൊണ്ട് തൗബ മതിയാവില്ല. അത് മനസ്സിലാക്കണം. പടച്ചവനെ, കുറച്ചു കാലം നിസ്കരിക്കാതെ നടന്നതൊക്കെ നീക്ക് പുറത്തു തരണേ, ഇനി മേലിൽ ഞാൻ മറ്റേ നിസ്കാരം ഒഴിവാക്കൂല എന്ന് പറയലോടുകൂടെ കഴിഞ്ഞ കാലം നിസ്കരിക്കാത്ത നിസ്കാരങ്ങൾ മുഴുവൻ നമസ്കരിക്കണം. അത് മനസ്സിലാക്കണം. അതതിന്റെ തൗബ. അതിന്റെ തൗബ അപ്പോഴേ ആവുള്ളൂ. കഴിഞ്ഞ കാലം നിസ്കരിക്കാത്തതൊക്കെ പുറത്തു തരണേ റബ്ബേ, ഇനി മേലിൽ നിസ്കരിച്ചോളാന്ന് പറഞ്ഞാൽ പോരാ. കഴിഞ്ഞ കാലം നിസ്കരിക്കാത്തത് പുറത്തു തരണമെന്ന് പറയണം, മേലിൽ നിസ്കരിച്ചോളാന്ന് കരുതണം. അതിന്റെ പുറമെ ആ കഥായി പോയതൊക്കെ കഥാ വിട്ടുപോയും പോകണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നോമ്പിന്റെ കാര്യം എങ്ങനെയായിരിക്കും? നമ്മളെ കൂട്ടത്തിൽ പലരുണ്ട് കട്ടൻ ചായക്ക് വേണ്ടി നോമ്പ് ഒഴിച്ചൊരു വളമുണ്ടാവും അല്ലേ? രാവിലെ കട്ടൻ ചായ അല്ലെ വൈകുന്നേരം ഒരു വീക്കുറ്റി, ഈ ഒന്ന് രണ്ട് സാധനത്തിന് വേണ്ടിയിട്ടായി നോമ്പ് ഒഴിക്കുന്ന അധികം ആളുകളും. ഈ വീക്കുറ്റിക്കും കട്ടൻ ചായക്കൊക്കെ നോമ്പ് ഒഴിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. എന്ത്?
ഇതൊക്കെ ഒഴിച്ച ആളുകൾ ഒരു പക്ഷേ അടുത്ത റമളാൻ വരുമ്പോഴേക്ക് പടച്ചോനോട് പറയാ ഇലാഹായതം റമളാൻ മാസം തോവാ ചെയ്തു തരും. പടച്ചോനെ ഒരുപാട് നോമ്പൊക്കെ ഒഴിച്ചു ഒക്കെ പുറത്തു തരണം പേര് മേലി ഞാൻ ഒരു നോമ്പ് ഒഴിക്കൂലാന്ന് മാത്രം പറഞ്ഞാ പോരാ.